ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കാൽക്കുലസ് ഓഫ് സെവറൽ വേരിയബിൾസിൽ 14.6 ട്രിപ്പിൾ ഇന്റഗ്രൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നതിന്റെ റീസൺ അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോസ് ആകുന്നതുകൊണ്ടാണ്. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്, അതുപോലെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുമായിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസും ഈ സെക്ഷനിൽ വരുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടെ കർവുകൾ 3D പ്ലോട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പം 3D സർഫേസുകളും മറ്റുമൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ട്രിപ്പിൾ ഇന്റഗ്രൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡബിൾ ഇന്റഗ്രൽസിൽ 2 വേരിയബിൾസിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ട്രിപ്പിൾ ഇന്റഗ്രൽ ആകുമ്പോൾ 3 വേരിയബിൾ വരും. ആ ഇന്റഗ്രേഷനിൽ ആ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുവാണ്. ഫസ്റ്റ് തന്നെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനുണ്ട് മീൻസ് നമ്മളത് മനസ്സിലാക്കി പോയാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പം ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിലും ഒരു ഡെഫിനേഷൻ ഉണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പം ഇവിടെ നമുക്കറിയാം ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ ആയിരിക്കും. ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എടുത്ത പോലെ ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിൽ നമ്മൾ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഒരു മിനിറ്റ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും ഈ കേസിൽ നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡൊമൈനിൽ 3 വേരിയബിൾസ് ഉണ്ടാവും അല്ലെ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ 3 വേരിയബിൾസ് ഉള്ള പോയിന്റുകളുടെ കളക്ഷൻ ആണ്. അതായത് സ്പേസിലായിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ വരുന്നത്. അപ്പോ ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ നമ്മൾ പ്ലെയിനിലാണ് നമ്മുടെ ഡൊമൈൻ വരിക. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ചെറിയ വലിയ റെക്ടാംഗിൾ ആണ് നമ്മുടെ ഡൊമൈൻ എങ്കിൽ അതിനെ ചെറിയ റെക്ടാംഗിൾസ് ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ 3D ഒരു ക്യൂബാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, ഡൊമൈൻ ആയിട്ട് വരുന്നതെങ്കിൽ അതിനെങ്ങനെ കുഞ്ഞു പീസസ് ആക്കി ചെറിയ ക്യൂബിക് പീസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുറിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ ഈ ഓരോ മുറിച്ച പീസിൽ നിന്നും ഒരു പോയിന്റിനെ ചൂസ് ചെയ്യും, അല്ലെ, ഈ ഓരോ മുറിച്ച പീസിൽ നിന്നും ഓരോ പോയിന്റിനെ ചൂസ് ചെയ്യും. എന്നിട്ട് ആ പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ ആ പർട്ടിക്കുലർ റെക്ടാംഗിൾസിന്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ സം എടുക്കുന്നതിനെയാണ് നമ്മൾ അവിടെ റെയിൻമാൻ സം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ എങ്ങനെയാണ് റെയിൻമാൻ സം കണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഡൊമൈനായ റെക്ടാംഗിളിനെ, നമ്മുടെ റെക്ടാംഗിളിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിലാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഡൊമൈനായ റെക്ടാംഗിളിനെ നമ്മൾ കുഞ്ഞു റെക്ടാംഗിൾസ് ആയി മുറിക്കും. എന്നിട്ട് ആ ഓരോ റെക്ടാംഗിളിൽ നിന്നും ഓരോ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യും? ചൂസ് ചെയ്യും. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുകയാണ്, ഒരുപാട് റെക്ടാംഗിൾസ് ഉണ്ട്. ആദ്യത്തെ റെക്ടാംഗിള് നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന പോയിന്റ് x11 സ്റ്റാർ y11 സ്റ്റാർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ റെക്ടാംഗിളിന്റെ ഏരിയ കൊണ്ട് ഡെൽറ്റ എന്ന് കൊടുക്കാം. ആ ഏരിയ കൊണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതേപോലെ രണ്ടാമത്തെ റെക്ടാംഗിളിൽ നിന്നും അതിലെ റെപ്രസെന്റേറ്റീവ് ആയ x12 സ്റ്റാർ y12 സ്റ്റാർ എന്നുള്ള പോയിന്റ് എടുത്തിട്ട് അവിടെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, x12 സ്റ്റാർ y12 സ്റ്റാർ. എന്നിട്ട് ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ കിട്ടിയ വാല്യൂവിനെ അതിന്റെ ഏരിയ കൊണ്ട്, ആ റെക്ടാംഗിളിന്റെ ഏരിയ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാ റെക്ടാംഗിൾസിനും ഒരേ ഏരിയ ആണ്. ആ തരത്തിലായിരിക്കും നമ്മൾ ആ ഡൊമൈനെ മുറിച്ചിട്ടുണ്ടാവുക. റെക്ടാംഗുലർ ഡൊമൈനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മുറിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ എല്ലാത്തിനെയും കൂടെ കൂട്ടിയാ ഇനി നമുക്ക് ഉള്ള എല്ലാ റെക്ടാംഗിൾസിൽ നിന്നും റെപ്രസെന്റേറ്റീവ് ആയ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂവിനെ അവിടുത്തെ ആ റെക്ടാംഗിളിന്റെ ഏരിയ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ സമ്മേഷൻ, ആ സമ്മായിട്ട് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ അവിടെ റെയിൻമാൻ സം എന്ന് പഠിച്ചത്. എന്നാൽ ഇവിടെ 3Dന്റെ കേസിൽ, അല്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിളിന്റെ കേസിൽ, അല്ലെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിൽ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് റെക്ടാംഗുലർ ബോക്സ് ആണ്. റെക്ടാംഗിൾ അല്ല, അതൊരു റെക്ടാംഗുലർ ബോക്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, റെക്ടാംഗുലർ ബോക്സ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ കുഞ്ഞു റെക്ടാംഗുലർ ബോക്സുകളായിട്ടാണ് നമ്മൾ മുറിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ബോക്സിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവ് ആയ പോയിന്റിനെ ചൂസ് ചെയ്യും. ഈ ഓരോ ബോക്സിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവ് ആയ പോയിന്റിനെ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏത് പോയിന്റ് നമ്മൾ 3Dയിൽ നിന്ന് എടുത്താലും അതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നാമത്തെ റെക്ടാംഗിളിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന പോയിന്റ് x111 സ്റ്റാർ y111 സ്റ്റാർ z111 സ്റ്റാർ ആണെങ്കിൽ 3 ഡയമെൻഷൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ IJK എന്നുള്ള 3 പേര് വരുന്നത്. 3 പേരെ യൂസ് ചെയ്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് ആ പോയിന്റ് ആണ് ഞാൻ ഒന്നാമത്തെ ക്യൂബിൽ നിന്ന്, അല്ലെങ്കിൽ ആ 3D ഫിഗറിൽ നിന്ന് കുഞ്ഞു റെക്ടാംഗുലർ ബോക്സിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ട് ആ റെക്ടാംഗുലർ ബോക്സിന്റെ വോളിയം ആയ ഡെൽറ്റ ബി കൊണ്ട് അതിന് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേപോലെ രണ്ടാമത്തെ റെക്ടാംഗുലർ ബോക്സിൽ നിന്നും അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയ പോയിന്റ് ചൂസ് ചെയ്യാം. സപ്പോസ് ആ പോയിന്റ് x112 സ്റ്റാർ y112 സ്റ്റാർ
Z112 ആണെങ്കിൽ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ച് ആ റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെ എല്ലാ റെക്ടാങ്കുലർ ബോക്സുകളിൽ നിന്നും റെപ്രസെന്റേറ്റീവ്സിനെ എടുത്തുകൊണ്ട് അവിടെ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് ആ പർട്ടിക്കുലർ റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂസിനെയൊക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിഗ്മനെ നമ്മൾ ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക. സിഗ്മ ഈക്വൽ ടു 1 to j, I equal to 1 to L, j equal to 1 to M, and sigma k equal to 1 to N, f of xi jk star, yi jk star, zi jk star into delta v. അതായത് ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ ബോക്സിനെ മുറിക്കുന്നത് എല്ലാ കുഞ്ഞു റെക്ടാങ്കുലർ ബോക്സുകൾക്കും ഒരേ വോളിയം കിട്ടുന്ന തരത്തിലായിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഈ റെക്ടാങ്കുലർ ബോക്സിനെ നമ്മൾ ബി എന്ന് പറയുന്നത്, ഈ ബോക്സിനെ ബി എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഡൊമൈൻ ആണ് കേട്ടോ, നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ ആണ് ഈ ബി എന്ന് പറയുന്ന റെക്ടാങ്കുലർ ബോക്സ്. ഇതിനെ നമ്മൾ ഈക്വൽ വോളിയം വരുന്ന ചെറിയ റെക്ടാങ്കുലർ ബോക്സുകളാക്കി മുറിക്കുന്നു. ആ ഓരോ റെക്ടാങ്കുലർ ബോക്സിൽ നിന്നും ഒരു പോയിന്റിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ച് റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ റെക്ടാങ്കുലർ ബോക്സുകൾക്കും ചെയ്തിട്ട് ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിന്റെ നൊട്ടേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ആളെയാണ് നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷന്റെ റെയിൻമാൻ സം ഓവർ ദിസ് റെക്ടാങ്കുലർ ബോക്സ് ബി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓവർ എ റെക്ടാങ്കുലർ ബോക്സ് ബി. Let f be a continuous function of 3 variables defined on a rectangular box B. B എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ബോക്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എഫ്. പി ഈക്വൽ ടു സെറ്റ് ബി ഐ ജെ കെ ബി എ പാർട്ടീഷൻ ഓഫ് പി. ഈ പറയുന്ന ക്യാപിറ്റൽ ബിയുടെ ഒരു പാർട്ടീഷൻ, അതിനെ കട്ട് ചെയ്തിരിക്കുന്ന പാർട്ടീഷൻ ആണ് ബി ഐ ജെ കെ എന്ന് പറയുന്നത്. എങ്കിൽ ബി ഐ ജെ കെ എന്ന് പറഞ്ഞാൽ ആ ചെറിയ റെക്ടാങ്കുലർ ബോക്സുകളുടെ കളക്ഷൻ ആണ് കേട്ടോ. ആ ഒരു പാർട്ടീഷൻ ആണ് പി എങ്കിൽ ആ പറയുന്ന ഫംഗ്ഷന്റെ റെയിൻമാൻ സം ഓവർ ദിസ് ബി എന്ന് പറയുന്ന റെക്ടാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓരോ ചെറിയ റെക്ടാങ്കുലർ ബോക്സിൽ നിന്നും റെപ്രസെന്റേറ്റീവ് ആയ പോയിന്റിനെ ചൂസ് ചെയ്തുകൊണ്ട് ബി ഐ ജെ കെ എന്ന് പറയുന്നതാണ് നമ്മുടെ റെക്ടാങ്കുലർ ബോക്സ് എങ്കിൽ ആ ബി ഐ ജെ കെ എന്ന് പറയുന്ന റെക്ടാങ്കുലർ ബോക്സിൽ നിന്നും നിങ്ങൾ റെപ്രസെന്റേറ്റീവ് ആയി ആരെ ചൂസ് ചെയ്യുക, എക്സ് ഐ ജെ കെ സ്റ്റാർ, വൈ ഐ ജെ കെ സ്റ്റാർ, സെഡ് ഐ ജെ കെ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്യുക. ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം കൊണ്ട് ഡെൽറ്റ വി എന്നാണ് കുഞ്ഞ് റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയത്തെ നൊട്ടേറ്റ് ചെയ്യുന്നത്. എല്ലാ റെക്ടാങ്കുലർ ബോക്സുകളുടെയും വോളിയം ഡെൽറ്റ വി തന്നെയാണ്. ആ തരത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഈ ഡെൽറ്റ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഓരോ വാല്യൂസിനെയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ ഈ രീതിയിൽ 3 സിഗ്മ നൊട്ടേഷൻ കാണിച്ചുകൊണ്ട് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ആ പറയുന്ന ഫംഗ്ഷന്റെ റെയിൻമാൻ സം എന്ന് പറയുന്നത്. ഈ പാർട്ടീഷൻ, ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടീഷൻ വളരെ ചെറുതാക്കുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എങ്കിൽ വളരെ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ റെക്ടാങ്കുലർ ബോക്സിനെ സ്ലൈസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കറിയാം നമ്മുടെ റെക്ടാങ്കുലർ ബോക്സുകളുടെ എണ്ണം കൂടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എല്ലിന്റെയും എമ്മിന്റെയും എന്നിന്റെയും നമ്പേഴ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും അല്ലെ. വളരെ കുഞ്ഞു പീസസ് ആക്കിയിട്ടാണ് നമ്മൾ മുറിക്കുന്നതെങ്കിൽ എൽ എന്ന് പറയുന്ന ആളുടെ എണ്ണവും എൻ എന്ന് പറയുന്ന ആളുടെ എണ്ണവും എം എന്ന് പറയുന്ന ആളുടെയും എണ്ണമൊക്കെ എന്ത് ചെയ്യും, കൂടി വരും. ഓക്കെ, ഇത് കൂടി വരുന്ന കേസിൽ ഈ റെയിൻമാൻ സം ആരായി മാറും, നമ്മുടെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആയിട്ട് മാറും. അതായത് ഈ റെയിൻമാൻ സമ്മിന്റെ ലിമിറ്റ് ആണ്, റെയിൻമാൻ സമ്മിന്റെ ലിമിറ്റ് ആസ് എൽ എം എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എല്ലും എമ്മും എന്നും ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുറിച്ചിരിക്കുന്ന റെക്ടാങ്കുലർ ബോക്സുകളുടെ എണ്ണം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എണ്ണമായി മാറുവാണ്. നമ്പർ ഓഫ് സ്മോൾ റെക്ടാങ്കുലർ ബോക്സസ് ഇൻഫിനിറ്റി ആകുന്ന കേസിൽ ഈ റെയിൻമാൻ സം നമ്മുടെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് റെയിൻമാൻ സം കാണുക എന്നുള്ളതും റെയിൻമാൻ സമ്മിന്റെ ലിമിറ്റ് കേസ് ആയിട്ടാണ് ആര് വരുന്നത്, ഇന്റഗ്രൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഫംഗ്ഷൻസ് ഓഫ് നോർമൽ ഇന്റഗ്രലിന്റെ കേസും അങ്ങനെ തന്നെയാണ് അല്ലെ. റെയിൻമാൻ സമ്മിന്റെ ലിമിറ്റ് ആയിട്ടാണ് ആര് വരുന്നത്, നോർമൽ ഇന്റഗ്രൽ വരുന്നത്. അതേപോലെ ഡബിൾ ഇന്റഗ്രൽ എങ്ങനെയാ വരുന്നത്, ആ കേസിൽ റെയിൻമാൻ സമ്മിന്റെ ലിമിറ്റ് ആയിട്ടാണ് ഡബിൾ ഇന്റഗ്രൽ വരുന്നത്. ഇവിടെയും അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഇവിടെയും റെയിൻമാൻ സമ്മിന്റെ ലിമിറ്റ് കേസ് ആയിട്ടാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് തിയറം 1 നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായത് നമ്മുടെ തിയറം 1 ആണ്. തിയറം 1 പറയുന്നു എഫ് കണ്ടിന്യൂസ് ആണ് ഒരു റെക്ടാങ്കുലർ ബോക്സ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന റെക്ടാങ്കുലർ ബോക്സ് set of all triplets x y z such that a less than or equal to x less than or equal to b, c less than or equal to y less than or equal to d, p less than or equal to z less than or equal to q. എയും ബിയും സിയും ഡിയും അതുപോലെ പിയും ക്യൂ ഒക്കെ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എക്സിന്റെ വാല്യൂ എക്കും ബിക്കും, വൈയുടെ വാല്യൂ സിക്കും ഡിക്കും, സെറ്റിന്റെ വാല്യൂ പി ക്യൂ എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയി വരുന്ന ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണ് ബി എന്ന് പറയുന്നതെങ്കിൽ
നമ്മളോട് പറയാണ് ഈ പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയ ഫംഗ്ഷൻ എഫിന്റെ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ദിസ് റെക്ടാങ്കുലർ ബോക്സ് ബി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി എന്നാണ് അതിനെ നോട്ട് ചെയ്യുക. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ബി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഓവർ ദിസ് റെക്ടാങ്കുലർ ബോക്സ് ബി നമ്മൾ എന്ത് ചെയ്യാണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യുകയാണ്. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഇന്റഗ്രൽ പി ടു ക്യൂ, ഇന്റഗ്രൽ സി ടു ഡി, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ചെയ്താൽ മതി. ഇത് നോക്കൂ, എ ടു ബി, ഇന്റഗ്രൽ എ ടു ബി, ഏറ്റവും ഉള്ളിൽ വരുന്ന ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആയതുകൊണ്ട് ആദ്യം വരുന്നത് ഡി എക്സ് ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ മിഡിൽ വരുന്ന ഇന്റഗ്രൽ കറസ്പോണ്ടിങ് ടു വൈ വേരിയബിൾ ആണ്, സോ ഡി വൈ ആയിരിക്കും മിഡിൽ വരിക. ആൻഡ് പുറത്ത് വരുന്നത് ഇന്റഗ്രൽ പി ടു ക്യൂ സെഡിന്റെ ലിമിറ്റ്സ് ആണല്ലോ, അപ്പൊ സെഡിന്റെ ഇന്റഗ്രൽ ആണ് ഏറ്റവും വെളിയിൽ, അപ്പോൾ ഡി സെഡ് ആയിരിക്കും ഏറ്റവും വെളിയിൽ വരിക. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റൈറ്റ് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇതിനെ മാറ്റി ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇന്റഗ്രൽ എ ടു ബി, ഇന്റഗ്രൽ സി ടു ഡി, ഇന്റഗ്രൽ പി ടു ക്യൂ എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇപ്പൊ ഇവിടത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്തു? ഇന്റഗ്രൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട്. പുറത്ത് വന്നിട്ടുള്ള സെഡിന്റെ ഇന്റഗ്രലിനെ ഏറ്റവും ഉള്ളിലോട്ട് എടുത്തു, ഉള്ളിലുള്ള എക്സിന്റെ ഇന്റഗ്രലിനെ ഏറ്റവും വെളിയിലോട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഡി എക്സും ഡി വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം ഇവിടെ ഏറ്റവും ഉള്ളിൽ സെഡിന്റെ ഇന്റഗ്രൽ ആയതുകൊണ്ട് ഡി സെഡ് ഇടുക, നടുവിൽ ഡി വൈ തന്നെ, പുറത്ത് ഡി എക്സ്, അങ്ങനെ വരും. ഇനി തന്നെ വേണമെന്നില്ല. ഇന്റഗ്രൽ സി ടു ഡി ഇതിനെ എങ്ങനെ കൊടുക്കാം? ഇന്റഗ്രൽ സി ടു ഡി, ഇന്റഗ്രൽ എ ടു ബി, ഇന്റഗ്രൽ പി ടു ക്യൂ എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇനിയിപ്പോ ഉള്ളിൽ വന്നിരിക്കുന്നത് സെഡിന്റെ ഇന്റഗ്രൽ, അപ്പൊ ഡി സെഡ് ഫസ്റ്റ്. മിഡിൽ വന്നിരിക്കുന്നത് എക്സിന്റെ ഇന്റഗ്രൽ, അപ്പൊ ഡി എക്സ് സെക്കൻഡ്. ആൻഡ് വെളിയിൽ വന്നിരിക്കുന്നത് വൈയുടെ ഇന്റഗ്രൽ, അപ്പൊ ഡി വൈ പുറത്ത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് ചെയ്യാം. എല്ലാം ഒരേ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് നൽകുന്നുണ്ടാവുക. അപ്പൊ ഇന്റഗ്രലിൽ ഏത് വേരിയബിളിന്റെ ഇന്റഗ്രൽ ഉള്ളിലിട്ടു, പുറത്തിട്ടു, നടുവിലിട്ടു എന്നതിന് ഇവിടെ യാതൊരു വിധത്തിലുമുള്ള റെക്ടാങ്കുലർ ബോക്സിന്റെ കേസിൽ യാതൊരു വിധത്തിലുമുള്ള വ്യത്യാസവും വരുന്നില്ല. പകരം യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഈ ഡി എക്സ് ഡി വൈ ഡി സെഡ് അതിനനുസരിച്ച് തന്നെ കൊടുത്താൽ മതി. അവരുടെ ഓർഡറും അതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ വേറെ വ്യത്യാസം ഒന്നും ഈ ഇന്റഗ്രലിന്റെ വാല്യൂവിൽ വരാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന എല്ലാ പോസിബിൾ കോമ്പിനേഷനും എടുക്കാം. നിങ്ങൾ എങ്ങനെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിച്ചാലും ആൻസർ ശരി സെയിം ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും വെളിയിൽ വരുന്നത് ഏത് വാരിയബിളിന് കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ആണോ ആ സെഡിന്റെ ഇന്റഗ്രൽ ആണ് ഏറ്റവും വെളിയിൽ വരുന്നതെങ്കിൽ ഡി സെഡ് ആയിരിക്കണം ഏറ്റവും വെളിയിൽ വരുന്നത്. എക്സിന് കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ആണ് ഏറ്റവും ഉള്ളിലുള്ള ഇന്റഗ്രൽ എങ്കിൽ ഡി എക്സ് ആയിരിക്കണം ഫസ്റ്റ് വരേണ്ട ആളെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഓർഡർ നിങ്ങളൊന്ന് കറക്റ്റ് ആക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ്. വേണമെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ദ ഇറ്ററേറ്റഡ് ഇന്റഗ്രൽ ഇൻ ദ ഇക്വേഷൻ 3. ഇതാണ് ഇറ്ററേറ്റഡ് ഇന്റഗ്രൽ. ഈ ഇറ്ററേറ്റഡ് ഇന്റഗ്രൽ ഈസ് ഇവാലുവേറ്റഡ് ബൈ ഫസ്റ്റ് ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഒരു ഇന്റഗ്രൽ ഇതിനെയാണ് നമ്മൾ ഇറ്ററേറ്റഡ് ഇന്റഗ്രൽ എന്ന് പറയാം. ഈ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അല്ലെ? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് ഡി എക്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കിട്ടിയതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈ ഹോൾഡിംഗ് വൈ ആൻഡ് സെഡ് കോൺസ്റ്റന്റ്. അപ്പൊ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സെഡ് ടേംസിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതിനുശേഷം ഡി വൈ വന്നതുകൊണ്ട് വൈയുടെ ഇന്റഗ്രൽ ആണ് രണ്ടാമതുള്ളത്. അതിനുശേഷം നമ്മുടെ കിട്ടിയ വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അടുത്ത വേരിയബിൾ ആയ സെഡിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡിന്റെ അവസാനം ഡി സെഡ് നിൽക്കുന്നതുകൊണ്ട് അവസാനം കിട്ടുന്ന ആളെ വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യാം. ദ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇൻ ഇക്വേഷൻ 3, ഇതാണ് ഇക്വേഷൻ 3. Triple integral in equation 3 can also be expressed as any one of the 5 other iterated integrals, each with a different order of integration. ഈ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ നിങ്ങൾ മാറ്റിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റഗ്രൽസ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഉള്ളിലുള്ളയും പുറത്തുള്ള ഇന്റഗ്രലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എക്സിന്റെ ഇന്റഗ്രൽ വെളിയിൽ വന്നു, സെഡിന്റെ ഇന്റഗ്രൽ വൈയുടെ ഇന്റഗ്രൽ ഉള്ളിൽ വന്നു, സെഡിന്റെ ഇന്റഗ്രൽ ഇൻ ബിറ്റ്വീൻ വന്നു. അതിനനുസരിച്ച് തന്നെ ഡി എക്സും ഡി വൈയും ഡി സെറ്റും മാറിയിട്ടുണ്ട്. എക്സിന്റെ ഇന്റഗ്രൽ ഏറ്റവും വെളിയിൽ വന്നപ്പോൾ ഡി എക്സ് ഏറ്റവും വെളിയിൽ വന്നു, നടുവിൽ സെഡിന്റെ ഇന്റഗ്രൽ വന്നപ്പോൾ ഡി സെഡ് നടുവിൽ വന്നു, വൈയുടെ ഇന്റഗ്രൽ ഉള്ളിൽ വന്നപ്പോൾ ഡി വൈ ഉള്ളിൽ വന്നു. സോ ഇന്റഗ്രൽ മാറുമ്പോൾ അതിനനുസരിച്ച് ആ ഡി എക്സ് ഡി വൈ ഡി സെറ്റും അതിനനുസരിച്ച് ഓർഡറിൽ ഇട്ടോളുക. ആൻസറിലൊന്നും മാറ്റം വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. വേരിയബിൾസും അല്ലെങ്കിൽ ആ ഓർഡർ ഓഫ് ദ ഇന്റഗ്രേഷൻ മാറിയെന്ന് കരുതിയിട്ട് ഇന്റഗ്രലിൽ എന്ത് വരില്ല? മാറ്റമൊന്നും വരില്ല. ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. വളരെ സിമ്പിൾ ആണ് ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാൻ. അതായത് ഇറ്ററേറ്റഡ് ഇന്റഗ്രൽസ് കാണാൻ വേണ്ടിയിട്ട് റെക്ടാങ്കുലർ ബോക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അത് ഏത് മനുഷ്യനും ചെയ്യാൻ പറ്റും, ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റും. ബേസിക് ഇന്റഗ്രൽ അറിയുന്ന ഏത് സ്റ്റുഡന്റിനും അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്, ഇതൊരിക്കലും മിസ്സാക്കരുത്. കാരണം അത്രയും എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ബേസിക് ഇന്റഗ്രൽ സ്കിൽ ഉണ്ടായാൽ മാത്രം മതി, ഇത് ചെയ്യാനുള്ള അറിവുണ്ടായാൽ മാത്രം മതിയാവും. ഇതേ സെക്ഷനിൽ തന്നെ ഇതിലും വളരെ ബുദ്ധിമുട്ടായ പ്രോബ്ലംസും ഉണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ഇത് എന്തായാലും ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്.
അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രിപ്പിൾ ഇന്റഗ്രൽ ആണ് ഓവർ ദ റെക്ടാങ്കുലർ ബോക്സ് ബി ആണ്. ഫംഗ്ഷൻ ആരാണ്? എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സെഡ് സ്ക്വയർ ഡി വി ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഇന്റഗ്രൽ എടുക്കാം. ഞാൻ ഇതേ ഓർഡറിൽ എടുക്കുവാണ്. എക്സ് വൈ സെഡ്. ഏറ്റവും വെളിയിൽ എക്സിന്റെ ഇന്റഗ്രൽ കൊടുത്തു -1 to 1. ഉള്ളില് വൈയുടേത് കൊടുത്തു 0 to 3. ഏറ്റവും ഉള്ളില് സെഡിൻ്റെത് കൊടുത്തു 1 to 2. എനിക്ക് ഈ ഓർഡറിൽ തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ കൊടുക്കാം. എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സെഡ് സ്ക്വയർ കൊടുക്കുവാണ്. എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സെഡ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് കൊടുക്കേണ്ടത് ഉള്ളിലുള്ള ഇന്റഗ്രല് സെഡിൻ്റെതായത് കൊണ്ട് ഡി സെഡ് ഫസ്റ്റ്. മിഡില് വൈയുടെ ഇന്റഗ്രൽ ആണ്, അപ്പൊ ഡി വൈ സെക്കൻഡ്. വെളിയിലുള്ളത് എക്സിന്റെ ഇന്റഗ്രൽ, അപ്പൊ ഏറ്റവും വെളിയിൽ ഡി എക്സ് വരുന്നു. എനിക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ഈ ഓർഡർ മാറ്റിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം. ഈ പ്രോബ്ലം ഞാൻ ഈ മെത്തേഡ് ചെയ്യും. നിങ്ങൾ ഈ ഓർഡർ ഒന്ന് മാറ്റിയിട്ട്, ഞാനിപ്പോൾ കൊടുത്തത് എക്സ് വൈ സെഡ് ഓർഡർ ആണ്, ആ ഓർഡർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഓർഡറിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കുക. എക്സാക്ട്ലി സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ അങ്ങനെ ഏത് ഓർഡറിൽ കൊടുത്താലും, ഇവരുടെ ഏത് കോമ്പിനേഷൻ നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് അതേ ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് വെളിയിൽ നിൽക്കുന്ന രണ്ട് ഇന്റഗ്രൽ അതേപോലെ തന്നെ ചെയ്യാം. -1 to 1, 0 to 3. അവർക്ക് ഒരു മാറ്റവും നിങ്ങൾ കൊടുക്കണ്ട. അവരുടെ ഡി വൈയും ഡി എക്സും അതേപോലെ കൊടുക്കുക. ഡി വൈയും ഡി എക്സും ഏറ്റവും വെളിയിൽ വരുന്ന രണ്ടുപേരെ അതേപോലെ കൊടുക്കുക. അവർക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു മാറ്റവും ആ രണ്ട് ഇന്റഗ്രൽസിനും വരില്ല. അവർ അതേപോലെ ട്രീറ്റ് ചെയ്യുക. ഉള്ളിലുള്ള ഇന്റഗ്രൽ നോർമൽ ഇന്റഗ്രൽ കാണുന്ന പോലെ ചെയ്യാം. നോർമൽ ഇന്റഗ്രൽ കാണുന്ന പോലെ ചെയ്യാം. പക്ഷെ അവിടുത്തെ വാരിയബിൾ ആരാ? ഏറ്റവും ഉള്ളിൽ വന്നിരിക്കുന്ന ഇന്റഗ്രൽ സെഡിന്റെ ഇന്റഗ്രൽ ആണ്, ഡി സെഡ് ആണ് ഉള്ളിലുള്ളത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആയ എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സെഡ് സ്ക്വയറിനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക, നോർമൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ. പക്ഷെ അവിടെ മറ്റു രണ്ട് വേരിയബിൾ ആയ എക്സും വൈയും കോൺസ്റ്റന്റ് പോലെ ട്രീറ്റ് ചെയ്യപ്പെടുക. എക്സും വൈയും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കോൺസ്റ്റന്റ് പോലെ ട്രീറ്റ് ചെയ്യാം. നിങ്ങൾ എന്നിട്ട് ആരും ഇന്റഗ്രേറ്റ് ചെയ്യാം? സെഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് എക്സ് സ്ക്വയർ വൈ ആണ് അവിടെ കോൺസ്റ്റന്റ് പോലെയാണ് നിൽക്കുക. വിത്ത് റെസ്പെക്ട് ടു സെഡ് എക്സ് സ്ക്വയർ വൈ ഒരു കോൺസ്റ്റന്റ് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ വൈക്ക് മാറ്റമൊന്നുമില്ല, കോൺസ്റ്റന്റ് പോലെ നിൽക്കുന്നതുകൊണ്ട് ഒരു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഇൻറ്റു ദാറ്റ് വാരിയബിൾ എന്നാണ് വരിക. ഇവിടെ വാരിയബിൾ സെഡ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ വൈ ഇൻറ്റു സെഡ് എന്നായിരിക്കും എക്സ് സ്ക്വയർ വൈന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു സെഡ് വരുന്നുണ്ടാവുക. ഇനി വൈ സെഡ് സ്ക്വയർ ആണെങ്കിലോ പ്ലസ് ഇട്ടു വൈ കോൺസ്റ്റന്റ് പോലെ നിൽക്കും, മാറ്റമൊന്നുമില്ല. സെഡ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ സെഡിന്റെ ഇന്റഗ്രൽ സെഡ് ക്യൂബ് ബൈ 3 എന്നാവും. സെഡ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ സെഡ് ക്യൂബ് ബൈ 3 എന്നാവും. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റും ലോവർ. ആർക്കാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കേണ്ടത്? സെഡിനാണ് കൊടുക്കേണ്ടത് കേട്ടോ. വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്കൊന്നും ഒരു മാറ്റവും അവിടെ വരില്ല. പുറത്തേത്തെ ഇന്റഗ്രൽ അതുപോലെ കൊടുത്തു. ഇനി ഞാൻ സെഡ് വരുന്നിടത്ത് 2 കൊടുക്കും, അപ്പർ ലിമിറ്റ് ആയി 2 കൊടുക്കും. അപ്പൊ എനിക്ക് എക്സ് സ്ക്വയർ വൈ ഇൻറ്റു 2 എക്സ് സ്ക്വയർ വൈ എന്ന് കിട്ടും, പ്ലസ് വൈ ഇൻറ്റു സെഡ് ക്യൂബ് ബൈ 3. സെഡിന് 2 കൊടുത്താൽ 8 എന്ന് വരും. അപ്പൊ 8y ബൈ 3 എന്ന് വരും. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി മൈനസ് ചെയ്തിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുക. സെഡിന് 1 കൊടുത്താൽ എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ബൈ 3. ഓക്കെ, ഇനി പുറത്തുള്ള ഡി വൈയും ഡി എക്സും ഇട്ട് കൊടുത്തു. ഇന്റഗ്രൽ -1 to 1 ഇന്റഗ്രൽ 0 to 3 2x സ്ക്വയർ വൈ എക്സ് സ്ക്വയർ വൈ മൈനസ് ചെയ്താൽ ഒരു എക്സ് സ്ക്വയർ വൈയെ ബാക്കി ഉണ്ടാവുള്ളൂ. 8y ബൈ 3യിൽ നിന്നും ഒരു y ബൈ 3 നമ്മൾ മൈനസ് ചെയ്താൽ പ്ലസ് 7y ബൈ 3 ആണ് റിമൈനിങ് ആയി ഉണ്ടാവുക. ഇനി അടുത്തത് ഡി വൈ ഡി എക്സ്. അപ്പൊ ഇതെന്തായി? റെഡ്യൂസ് ആയി. ട്രിപ്പിൾ ഇന്റഗ്രൽ ഇപ്പൊ നമുക്ക് എന്തായി മാറിയിട്ടുണ്ട്? ഡബിൾ ഇന്റഗ്രൽ ആയി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നോർമലി ഡബിൾ ഇന്റഗ്രൽ കാണുന്ന പോലെ ചെയ്യും. അതായത് ഉള്ളിലുള്ള ഇന്റഗ്രൽ കാണണം. അപ്പൊ പുറത്തേത്തെ ഇന്റഗ്രലിന് മാറ്റമൊന്നുമില്ല, അയാൾ അതേപോലെ ഫിക്സ് ചെയ്ത് വെക്കാം. പുറത്തേത്തെ ഇന്റഗ്രൽ ആരാണ്? ഇന്റഗ്രൽ -1 to 1 ഉള്ളിലുള്ള ഇന്റഗ്രൽ ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എക്സ് കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യുക. എക്സിന്റെ ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ വൈന്റെ ഇന്റഗ്രൽ വാല്യൂ വരുന്നത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 എന്നായിരിക്കും, പ്ലസ് 7y ബൈ 3 ഉള്ളത് 7y സ്ക്വയർ ബൈ 2 ഇൻറ്റു 3 6 എന്ന് വരും. ആൻഡ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. 0 to 3 dx. റെഡി. ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. പുറത്തേത്തെ ഇന്റഗ്രലിൽ മാറ്റമില്ല എന്നറിയാലോ. നമ്മൾ വൈക്ക് എന്തെന്ന് കൊടുക്കണം? 3 കൊടുക്കണം. വൈ വരുന്ന ടേംസിനൊക്കെ 3 കൊടുക്കുക. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ 9 വരും. അപ്പൊ 9 എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 7 ഇൻറ്റു 9 ബൈ 6 എന്ന് വരും. 7 ഇൻറ്റു 9 ബൈ 6 എന്ന് വരും. അപ്പൊ 7 ഇൻറ്റു 9 ബൈ 6 എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ അതിനെ റെഡ്യൂസ് ചെയ്യാം. 9 ബൈ 6 3 വെട്ടിക്കഴിഞ്ഞാൽ 3 ബൈ 2 എന്ന് വരും. അപ്പൊ 7 ഇൻറ്റു 3 21 ബൈ 21 ബൈ 3 എന്നാണ് വരിക. 7 ഇൻറ്റു 9 ബൈ 6 അപ്പം 3 ബൈ 2 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 3 21 ബൈ 3 എന്ന് വരും. ലോവർ ലിമിറ്റ് ആയ 0 വൈക്ക് കൊടുത്താൽ 0 ആയിരിക്കും. അപ്പൊ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡി എക്സ് ഇപ്പൊ നോർമൽ ഇന്റഗ്രൽ ആയി. ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടാൽ മതി. 9x സ്ക്വയർ ബൈ 2ന്റെ ഇന്റഗ്രൽ വാല്യൂ വരുന്നത് 9 ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. ഓക്കെ,
എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. ആൻഡ് പ്ലസ് 21/3 അല്ലായിരുന്നോടാ, മാറിയോ? ഞാൻ അവിടെ റൈറ്റ് ചെയ്തതിന് എന്തോ മിസ്റ്റേക്ക് വന്നു തോന്നുന്നു. ഞാനൊന്ന് മാറ്റിയിട്ട് കൊടുക്കട്ടെ. 7 × 9/6 ആണ്. അപ്പം 21/2 ആണ് വരേണ്ടത് അല്ലെ? 21/2 അല്ലേ? 21/2 ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്കത് കമ്പ്യൂട്ട് ചെയ്യാം. ബാക്കി ഭാഗം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, 9x² 2 ചെയ്തു. 9 × x³ 6 എന്ന് വരും. അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്ലസ് 21/2x അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കേണ്ടതുണ്ട്. -1 to 1. -1 to 1. ഇനി നമുക്ക് കൊടുക്കാം. 9ഉം 3ഉം ക്യാൻസൽ ചെയ്താൽ മുകളിൽ 3 വരും. 3/2 x³ പ്ലസ് 21/2x അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് -1 കൊടുക്കണം. അപ്പൊ ആദ്യം എക്സിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരുവാടാ? ആദ്യം എക്സിന് നമ്മൾ കൊടുക്കേണ്ടത് അപ്പർ ലിമിറ്റ് ആയ 1 ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊടുക്കേണ്ടത് എക്സിന് ആരെയാണ്? അപ്പർ ലിമിറ്റ് ആയ 1നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ലോവർ ലിമിറ്റ് ആയിട്ടുള്ള -1 എക്സിന് കൊടുക്കേണ്ടി വരും. അപ്പൊ അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുമ്പോൾ 3/2 × 1³ 1 ആണ്, പ്ലസ് 21/2 എന്ന് വരും. 21/2 3/2 പ്ലസ് 21/2 മൈനസ്, ഇനി എക്സിന് എന്തെന്ന് കൊടുക്കുക? -1 എന്ന് കൊടുക്കുക. എക്സിന് ആരെ കൊടുക്കുക? -1 എന്ന് കൊടുക്കുക. അപ്പൊ -1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കൂ. 3/2 × x³ -3/2 എന്നാവും. -3/2 പ്ലസ് 21/2 × x, അത് -21/2 എന്നും ആവും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 3/2 -3/2 പ്ലസ് 3/2 ആവും. അപ്പൊ 3/2 പ്ലസ് 3/2 3 എന്ന് വരും. പ്ലസ് 21/2 മൈനസ് -21/2 21/2 പ്ലസ് 21/2 എന്നാണ് 21 എന്നാണ് കിട്ടുക. ആൻഡ് 3 + 21ന്റെ ആൻസർ നമുക്ക് എന്താന്ന് കാണാൻ പറ്റും? 24 എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ചത് ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ വാല്യൂ ആണ്. അത് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 24 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഓർഡർ ഒന്ന് മാറ്റിയിട്ട്, ഞാനിപ്പോ x, y, z എന്നുള്ള ഓർഡറിലാണ് എടുത്തത് ഇന്റഗ്രൽ. ആ ഓർഡർ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് ഓർഡറിൽ എടുത്താലും നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇന്റഗ്രൽ കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ആർക്കും ബേസിക് ഇന്റഗ്രേഷൻ അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എക്സസൈസിലുണ്ട്, അത് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ചോദ്യം ഇതാണ്, നോക്കൂ. സിമിലർ കൈൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ഇവാലുവേറ്റ് ദ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ b x + y + z dv എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മളോട് പറയുന്നുണ്ട് b എന്ന് പറയുന്ന റെക്ടാംഗിളിൽ x വാല്യൂ വാരീസ് ഫ്രം 0 to 2 ആണ്, y വാല്യൂ വാരീസ് ഫ്രം 0 to 1 ആണ്, ആൻഡ് z വാല്യൂ വാരീസ് ഫ്രം 0 to 3 എന്നാണ്. സോ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ b x + y + z dv. ഇത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ അല്ല, എക്സസൈസിലെ ക്വസ്റ്റ്യൻ എടുത്താണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ക ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഒരു ചോദ്യം എടുത്തത്. നമുക്ക് ചെയ്യണമെങ്കിൽ നാളെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇന്റഗ്രേഷൻ എടുക്കാം. ഞാൻ ഇതേ ഓർഡറിൽ എടുക്കുവാണ്. ഫസ്റ്റ് x വരുന്ന തരത്തിൽ ഇന്റഗ്രൽ 0 to 2, സെക്കൻഡ് y വരുന്ന തരത്തിൽ 0 to 1, 3 0 to 3. ഫംഗ്ഷൻ x + y + z. ഇനി ഉള്ളിലുള്ള ഇന്റഗ്രൽ dz, നടുവിൽ വൈയുടേതാണ് അപ്പൊ dy, ആൻഡ് ഏറ്റവും വെളിയിൽ എക്സിന്റേതാണ് അപ്പൊ dx. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏറ്റവും ഉള്ളിലുള്ളത് നമ്മുടെ ഫംഗ്ഷൻ x + y + z നെ വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്യാം. മറ്റു രണ്ട് ഇന്റഗ്രലും അതേപോലെ വെച്ചുകൊണ്ട് ഇന്റഗ്രൽ 0 to 2, 0 to 1. ഉള്ളിലുള്ളത് x + y + z ആണ്. എക്സിന്റെ ഇന്റഗ്രൽ വരുന്നത് xz എന്നായിരിക്കും, വൈയുടേത് yz എന്നായിരിക്കും, z-ൻ്റെത് മാത്രം z²/2 എന്നാവും. അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 0 to 3 ആണ് കൊടുക്കേണ്ടത്. പിന്നെ dy dx വരും. 0 to 2, 0 to 1. ഇനി z വരുന്നിടത്തൊക്കെ 3 കൊടുക്കുക. അപ്പർ ലിമിറ്റ് ആയി 3 കൊടുക്കുമ്പോൾ 3x + 3y + 9/2 എന്ന് വരും. ലോവർ ലിമിറ്റ് ആയ 0 സെറ്റിന് കൊടുത്താൽ കംപ്ലീറ്റ് 0 ആണ് കിട്ടുക. സോ -0 0 തന്നെ, അത് എഫക്ട് ഇല്ലാതെ ആയി പോയിക്കോളും. അപ്പൊ തന്നെ ഉണ്ടാവുള്ളൂ. dy dx എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? dy ആണല്ലോ രണ്ടാം ഇവിടെ കിടക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാം ഉള്ളിലുള്ള ആളെ. ഓക്കെ, പുറത്തത്തെ ആളെ അതുപോലെ കൊടുത്തു 0 to 2. ഉള്ളിലുള്ള ആളെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. അപ്പൊ 3x-ന്റെ ഇന്റഗ്രൽ 3xy എന്ന് വരും, പ്ലസ് 3y-യുടെ ഇന്റഗ്രൽ 3y²/2 എന്ന് വരും, 9/2-ൻ്റെത് 9/2y എന്ന് വരും. ആൻഡ് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കണം. 0 to 1 കൊടുക്കണം. ആൻഡ് dx ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഉള്ളിലുള്ള ആൾക്ക് y വരുന്നിടത്തൊക്കെ 1 കൊടുക്കണം. പുറത്തത്തെ ഇന്റഗ്രൽ അതേപോലെ ഇന്റഗ്രൽ 0 to 2, 0 to 2. ഇനി ഉള്ളിലുള്ളടത്ത് y വരുന്നിടത്ത് 1 കൊടുക്കുമ്പോൾ 3x + 3/2 + 9/2 എന്ന് വരും. അപ്പൊ 3x + എന്തായിരുന്നു? 3x + 3 × 1² 3/2 എന്ന് വരും. 3/2 + 9/2 × 1 ആണ്, അപ്പൊ 9/2 എന്ന് വരും. ആൻഡ് വൈക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പൊ എല്ലാം 0 ആയി പോയിക്കോളും. അപ്പൊ ലോവർ ലിമിറ്റ് എഫക്ട് അവിടെ വരുന്നില്ല. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 + 0 + 0 അതെല്ലാം കൂടെ 0 ആയിട്ട് മാറും. ഇങ്ങനെ തന്നെ വരും. അപ്പൊ dx ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 3x + 3/2 + 9/2 എന്ന് പറഞ്ഞാൽ 6 എന്നാണ് വരിക അല്ലെ. 3 + 9 12/2 6 എന്നാണ് വരിക dx.
ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോർമൽ ഇന്റഗ്രൽ അല്ലേ 3x² 2 + 6x 0 to 2 കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 3 × 4/2 + 6 × 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 + 12 18 എന്ന് വരും. ഇങ്ങനെയാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് ഓർഡറിലും ചെയ്യാം. ഞാൻ ഒരു ഓർഡറിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്കായി എന്ന് വിചാരിക്കുവാണ്. നോർമൽ ഇന്റഗ്രൽ ചെയ്യാൻ അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഇതെന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഒന്നും അങ്ങനെയല്ല കർവുകളുടെ കേസ് വരുമ്പോൾ. അതായത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് റെക്ടാങ്കുലർ ബോക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ എക്സിന്റെ വാരിയബിൾ ആണെങ്കിലും വൈയുടെ വാരിയബിൾ ആണെങ്കിലും സെറ്റിന്റെ വാരിയബിൾ ആണെങ്കിലും നമ്പേഴ്സിലായിരിക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മുടെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന റീജിയൻ ഇതുപോലെ ഒരു ബോക്സ് അല്ല എങ്കിൽ, ഇങ്ങനെ ഒരു ബോക്സ് അല്ല എങ്കിൽ അവിടെ അതിന്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ് വാരി ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഈ കേസിൽ അത് വരില്ല. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കിക്കോളൂ. ഇത് റെക്ടാങ്കുലർ ബോക്സിന്റെ കേസ് അല്ല. കാരണം ഇവിടെ എക്സും വൈയും സെറ്റും വാല്യൂ മൂന്ന് പേരും വാല്യൂ ചെയ്തിരിക്കുന്നത് നമ്പേഴ്സിലല്ല. അതായത് നോക്കൂ, ഈ ഒരു ഇന്റഗ്രൽ നോക്കൂ. ഇന്റഗ്രൽ 0 to π/2, ഇന്റഗ്രൽ 1 to 2, ഇന്റഗ്രൽ 0 to √1 - z y cos x dy dz dx എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നമുക്ക് പറയാൻ പറ്റും എക്സിന്റെ വേരിയേഷൻ 0 to π/2 ആണ്. എക്സ് വാരീസ് ഫ്രം 0 to π/2 ആണ്. dz സെക്കൻഡ് ആണ്. അപ്പം z വാരീസ് ഫ്രം 1 to 2 ആണെന്ന് പറയാം. z വാരീസ് ഫ്രം 1 to 2 ആണെന്ന് പറയാം. ആൻഡ് ഏറ്റവും ഉള്ളിൽ dy ആണ്. അപ്പൊ y വാരീസ് ഫ്രം 0 to √1 - z ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഇന്റഗ്രൽ ചെയ്തിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ബോക്സിലല്ല. ഒരു ഇന്റഗ്രൽ പെർഫോം ചെയ്യുന്നത് റെക്ടാങ്കുലർ ബോക്സിലാണ് എങ്കിൽ മൂന്ന് പേരുടെയും വേരിയേഷൻ നമുക്ക് നമ്പേഴ്സിൽ കാണിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ എക്സിന്റെയും സെറ്റിന്റെയും വേരിയേഷൻ എന്തിലാണുള്ളത്? നമ്പേഴ്സിലാണുള്ളത്. പക്ഷെ വൈയുടെ വേരിയേഷൻ വേരിയബിൾ വന്നു. ഇതൊരു റെക്ടാങ്കുലർ ബോക്സിൽ വരുന്ന ഇതല്ല, ഇന്റഗ്രൽ അല്ല എന്ന് കരുതി നമുക്ക് ഈ ഇങ്ങനെ തരുന്ന പ്രോബ്ലം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലാത്ത കേസിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം ഇനി നമ്മൾ കാണും. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ രണ്ട് ഇന്റഗ്രൽസ് അതേപോലെ വെക്കുന്നു. ഇന്റഗ്രൽ 0 to π/2, ഇന്റഗ്രൽ 1 to 2. അതിനൊരു മാറ്റവും വരുന്നില്ല. ഉള്ളിലുള്ള ഇന്റഗ്രൽ കാണാന്നുള്ളതാണ്. നോക്കൂ, dy ആണ് ഏറ്റവും ഉള്ളിലുള്ളത്. അപ്പൊ ആദ്യം ഈ y cos x എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുക. അവിടെ എക്സും സെറ്റും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ cos x അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. വൈയുടെ ഇന്റഗ്രൽ കണ്ടാൽ മതി. വൈയുടെ ഇന്റഗ്രൽ y²/2 ആ. cos x കോൺസ്റ്റന്റ് ആയി നിൽക്കും. അതിനെ പുറത്തേക്ക് ഇട്ടോ, പ്രശ്നമില്ല. cos x അവിടെയുണ്ട്. വൈയുടെ ഇന്റഗ്രൽ y²/2. ഈ വൈയുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ y²/2 അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 1 - z √1 - z 0 കൊടുത്തു. dz dx അവിടെ കൊടുത്തു. dz dx. This is equal to integral 0 to π/2, ഇന്റഗ്രൽ 1 to 2 cos x കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ y2 ഉണ്ട് അല്ലെ, y2 ഇവിടെ കൊടുത്തിട്ടുണ്ട് cos x/2. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് y² 0 to √1 - z dz dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2, ഇന്റഗ്രൽ 1 to 2 cos x/2 ഉണ്ട്. ഇനി എന്താ വരുന്നത് നോക്കൂ. വൈക്ക് പകരം √1 - z കൊടുത്താൽ y² ആണ്. അപ്പൊ √1 - z സ്ക്വയർ എന്ന് വരും. √1 - z സ്ക്വയർ മൈനസ് വൈക്ക് ലോവർ ലിമിറ്റ് ആയി 0 കൊടുത്താൽ 0² എന്ന് വരും. dz dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2, ഇന്റഗ്രൽ 1 to 2 cos x/2 √1 - z സ്ക്വയർ 1 - z മൈനസ് 0² 0 ആണ്. അപ്പൊ അതിന്റെ വലിയ റോളൊന്നുമില്ല. dz dx ഇട്ട് കൊടുക്കും. റെഡി. ഇനി അടുത്തത് ആരാ? ഇതിപ്പോ ഡബിൾ ഇന്റഗ്രൽ ആയി റെഡ്യൂസ് ആയി. ട്രിപ്പിൾ ഇന്റഗ്രൽ ഇപ്പൊ എങ്ങോട്ട് വന്നു? ഡബിൾ ഇന്റഗ്രലിലോട്ട് വന്നു. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഉള്ളിലുള്ള ഫംഗ്ഷൻ cos x/2 × 1 - z ആണ്. അയാളെ വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്യണം. അവിടെയും cos x/2 കോൺസ്റ്റന്റ് ആയാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഏറ്റവും വെളിയിലുള്ള ഇന്റഗ്രൽ കൊടുത്തു. ഇന്റഗ്രൽ 0 to π/2. ഉള്ളിലുള്ള ഇന്റഗ്രൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റഗ്രൽ 1 to 2 cos x/2 1 - z dz ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഇന്റഗ്രലിൽ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുന്നതുകൊണ്ട് തന്നെ cos x/2 കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യാം. അപ്പൊ cos x/2 ഇവിടെ വെച്ചു. നമ്മൾ ഇനി സെറ്റിന്റെ ടേംസിൽ 1 - z ഇന്റഗ്രേറ്റ് ചെയ്യും. 1 - z ഇന്റഗ്രൽ ഇൻ ടേംസ് ഓഫ് സെറ്റ് z - z²/2 എന്നാണ് വരിക. z - z²/2 അതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കുക. സെറ്റിന് 1 to 2 ആണ്. 1 to 2 കൊടുക്കുക. dx റെഡി. അപ്പൊ അടുത്തത് ഇന്റഗ്രൽ 0 അല്ലായിരുന്നു. ഓക്കെ, 0 to π/2, 0 to π/2 cos x/2 സെറ്റിന് അപ്പർ ലിമിറ്റ് ആയി 2 കൊടുത്താൽ 2 - 2²/2 എന്ന് വെച്ചാൽ 2 തന്നെ. 2 - 2²/2 മൈനസ് ഇനി നമ്മൾ എന്ത് കൊടുക്കുക? സെറ്റിന് 1 കൊടുക്കുക. 1 - 1² 1 ആണ് 1/2 dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 cos x/2
2 മൈനസ് 2 0, 0 മൈനസ് 1 മൈനസ് ഹാഫ് എന്ന് വരും, ഹാഫ് dx. This is equal to integral 0 to pi by 2 cos x by 4 into minus 1. 2 ഉം 2 ഉം 4 ആവും, മൈനസ് ഹാഫ് അല്ലേ, അപ്പം മൈനസ് 1 വരും dx. അപ്പൊ മൈനസ് 1/4 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സ് ആണ്. ഇന്റഗ്രൽ കോസ് എക്സ് സൈൻ എക്സ് ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to pi by 2 കൊടുത്തു കഴിഞ്ഞാൽ this is equal to minus 1/4 into സൈൻ എക്സ്, എക്സ് നമ്മൾ പൈ ബൈ 2 കൊടുത്താൽ സൈൻ പൈ ബൈ 2 1 വരും, മൈനസ് സൈൻ എക്സ് 0 കൊടുത്താൽ സൈൻ 0 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/4 എന്നുള്ള ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. മനസ്സിലാക്കുക. നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനൽ ആൻസർ മൈനസ് 1/4 എന്ന് കിട്ടും എന്നുള്ളതാണ്. എങ്ങനെ ചെയ്തു എന്നുള്ളത് ക്ലിയർ അല്ലേ? ആദ്യം ഓരോരുത്തരെയായിട്ട് ചെയ്യാം, ഉള്ളിലുള്ള ഓരോരുത്തരെയായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. റെഡി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല, കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്തു, പിന്നെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്തു, അതിന് അവസാനമാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോരുത്തരെ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ആരെ ട്രീറ്റ് ചെയ്യണം, വേരിയബിൾ ആയിട്ട് ആരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു കാര്യമായിട്ട് വരുന്നുള്ളൂ. റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം, കാരണം അത്രയും സിമ്പിൾ ആണ്. ഇതിലും സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ട്രിപ്പിൾ ഇന്റഗ്രലിൽ നിന്ന് വരില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കൂ, നോൺ റെക്ടാങ്കുലർ റീജിയനിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് ട്രിക്കിയാണ്, മനസ്സിലാക്കിയാൽ എളുപ്പമാണ് കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഓവർ ജനറൽ ബൗണ്ടഡ് റീജിയൻസ് ഇൻ സ്പേസ്. നമ്മൾ ആദ്യം ഡബിൾ ഇന്റഗ്രലിന്റെ കേസിലും റെക്ടാങ്കുലർ റീജിയനിൽ ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു, പിന്നെ ഒരു റെക്ടാങ്കിൾ അല്ലാത്ത റീജിയനിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു റെക്ടാങ്കുലർ ബോക്സിൽ എങ്ങനെയാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ റെക്ടാങ്കുലർ അല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ, ജനറൽ ആയിട്ടുള്ള റീജിയനിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. We will now restrict our attention to certain types of region. ഈ റീജിയൻ ടി സെഡ് സിമ്പിൾ പണ്ട് ഓർമ്മയുണ്ടോ? ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ എക്സ് സിമ്പിൾ റീജിയനും വൈ സിമ്പിൾ റീജിയനും എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിൽ നമ്മളോട് ഫസ്റ്റ് പറയുന്നത് സെഡ് സിമ്പിൾ റീജിയനെ പറ്റിയാണ്. ആരാണ് സെഡ് സിമ്പിൾ റീജിയൻ? ഒരു റീജിയൻ ടീനെ സെഡ് സിമ്പിൾ എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ഗ്രാഫ്സ് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഒരു റീജിയനെ സെഡ് സിമ്പിൾ എന്ന് വിളിക്കണമെങ്കിൽ അത് രണ്ട് ഗ്രാഫുകൾക്കിടയിൽ ലൈ ചെയ്യുന്ന റീജിയൻ ആയിരിക്കണം. ആ രണ്ട് ഗ്രാഫുകൾ ആരുടെയൊക്കെ ഫംഗ്ഷൻസ് ആയിരിക്കണം? എക്സിന്റെയും വൈയുടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാ, ഈ റീജിയനെ കണ്ടോ? ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന റീജിയൻ ടീനെ കണ്ടോ? ഈ റീജിയൻ നോക്കൂ, രണ്ട് റീജിയൻസിന്റെ, രണ്ട് സർഫേസസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് ഗ്രാഫുകളുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഈ റീജിയൻ ലൈ ചെയ്യുന്നത്. ഒന്നാമത്തെ ഗ്രാഫ് സെഡ് ഈക്വൽ ടു k2 ഓഫ് എക്സ് വൈ ആണ്. സെഡ് എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാഫ് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ സെഡ് ഈക്വൽ ടു k2 ഓഫ് എക്സ് വൈക്കും അതുപോലെ സെഡ് ഈക്വൽ ടു k1 ഓഫ് എക്സ് വൈക്കും, ഇത് താഴെയുള്ളത് k1 ഓഫ് എക്സ് വൈയുടെ ഗ്രാഫ്. ഈ രണ്ട് ഗ്രാഫുകൾക്കിടയിൽ ലൈ ചെയ്യുന്ന ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഡ് സിമ്പിൾ റീജിയൻ എന്ന്. അപ്പൊ അങ്ങനെയുള്ള റീജിയനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രിപ്ലെറ്റ്സ് എക്സ് വൈ സെഡ് സച്ച് ദാറ്റ് എക്സ് വൈ സെഡ് സച്ച് ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. ആദ്യത്തെ രണ്ട് പേര് ആർ എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. ഓർഡർ എക്സ് വൈ എവിടെ നിന്ന് വരുന്നു? ആർ എന്ന് പറയുന്ന റീജിയനിൽ. എന്നാൽ സെഡ് ലൈസ് ബിറ്റ്വീൻ k1 ഓഫ് എക്സ് വൈ ആൻഡ് k2 ഓഫ് എക്സ് വൈ. സെഡ് എന്ന് പറയുന്ന വാരിയബിൾ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വാരിയബിൾസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ സെഡിനെ നമ്മൾ വാരിയബിൾസിലാണ് അവിടെ കൊടുക്കുന്നത്. അത് ആരുടെ വേരിയബിൾസിന്റെ? എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വാരിയബിൾസിന്റെ ആ ഒരു റേഞ്ചിലാണ് സെഡ് എന്ന് പറയുന്ന ആളെ നമ്മൾ ഈ റീജിയനിൽ കൊടുക്കുന്നതെങ്കിൽ അയാളെ നമുക്ക് ആ റീജിയൻ നമുക്ക് സെഡ് സിമ്പിൾ റീജിയൻ എന്ന് വിളിക്കാം. ഇനി ഇവിടുത്തെ ആർ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ടി എന്ന് പറയുന്ന ഈ സ്പേസിനെ, നിങ്ങളുടെ ടി എന്ന് പറയുന്ന ഈ റീജിയനെ നിങ്ങൾ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക? എക്സ് വൈ പ്ലെയിനിലോട്ട്. നിങ്ങൾ എടുത്തിരിക്കുന്നത് സെഡ് സിമ്പിൾ റീജിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന റീജിയൻ ടീനെ നിങ്ങൾ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക? നിങ്ങളുടെ എക്സ് വൈ പ്ലെയിനിലോട്ട്. കണ്ടോ, നിങ്ങളുടെ എക്സ് വൈ പ്ലെയിൻ ഇവിടെ ഉണ്ട്. ആ എക്സ് വൈ പ്ലെയിനിൽ ഇയാളുടെ പ്രൊജക്ഷൻ ആയി നിങ്ങൾക്ക് കിട്ടുന്ന റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കേണ്ടത്? ആർ എന്ന് വിളിക്കേണ്ടത്. ആർ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ടി ഓൺ ടു ദ എക്സ് വൈ പ്ലെയിൻ. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ടി, ഈ പറയുന്ന എഫ് ഈ റീജിയനിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഈ റീജിയൻ ടിയിൽ എങ്ങനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. നിങ്ങൾ എന്ത് ചെയ്യുക? ഡബിൾ ഇന്റഗ്രൽ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഡബിൾ ഇന്റഗ്രൽ ചെയ്യേണ്ടത് ഈ പ്രൊജക്ഷൻ ആയി വരുന്ന ഈ റീജിയൻ ആറിലാണ്. ആൻഡ് സെഡ് എന്ന് പറയുന്ന
ആളുടെ റേഞ്ച് നിങ്ങൾക്ക് അറിയാം K1 to K2 ആണ്. അപ്പൊ സെറ്റ് DZ ഏറ്റവും ഉള്ളിൽ കൊടുക്കുക. നിങ്ങളുടെ റീജിയൻ Z സിമ്പിൾ റീജിയൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് DZ-നെയാണ്. അപ്പൊ DZ ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ആദ്യത്തെ ഇന്റഗ്രൽ കറസ്പോണ്ടിങ് ടു ആരായിരിക്കും? Z ആയിരിക്കും. അപ്പൊ സെറ്റിന്റെ റേഞ്ച് K1 to K2 ആണ്. അത് അതിന്റെ ലിമിറ്റ്സ് ആയിട്ട് കൊടുക്കുക. ആൻഡ് പിന്നെ വരുന്നത് ഡബിൾ ഇന്റഗ്രൽ ആണല്ലോ, അപ്പൊ രണ്ട് ഇന്റഗ്രലും കൂടെ വരണം. ആ ഡബിൾ ഇന്റഗ്രൽ ചെയ്യേണ്ടത് എവിടെയാണ്? ഈ പ്രൊജക്ഷനായി കിട്ടുന്ന ഈ R എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തായിരിക്കണം അത് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, the iterated integral on the right hand side of the equation 4, ഇതാണ് equation 4. the iterated integral in the right hand side, ഈ right hand side വരുന്ന iterated integral is evaluated by first integrating with respect to z. ഈ ഇന്റഗ്രൽ കാണാൻ ഫസ്റ്റ് നമ്മൾ z-നെ with respect to z ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അവിടെ x ഉം y ഉം കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. The resulting double integral is then evaluated by using the method of section 14.2. For example, if r is bisymbol. അതായത് ഈ ഡബിൾ ഇന്റഗ്രൽ നിങ്ങൾ ഡബിൾ ഇന്റഗ്രൽ കാണാൻ പഠിച്ചില്ലേ? അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുക z-ലായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുക. z-ലെ ഇന്റഗ്രേഷൻ തീർന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ഒരു ഡബിൾ ഇന്റഗ്രൽ ആയിട്ട് മാറും. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി സെക്ഷൻ 14.2 പഠിച്ചിട്ടുണ്ട്. ആ 14.2 നിങ്ങൾ എങ്ങനെയാണോ ഡബിൾ ഇന്റഗ്രൽ കാണാൻ പഠിച്ചത് അതേപോലെ നിങ്ങൾ പിന്നീടുള്ള ഇന്റഗ്രൽ പ്രോസസ്സ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടിയ റീജിയൻ R ഒരു y സിമ്പിൾ റീജിയൻ ആണ് എങ്കിൽ y സിമ്പിൾ റീജിയന്റെ പ്രത്യേകത ഇവിടെയുള്ള y വാല്യൂ 2x എന്ന് പറയുന്ന എക്സിന്റെ ടേംസിൽ വരുന്ന രണ്ട് ഫംഗ്ഷന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടേംസിൽ വരുന്ന അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും y സിമ്പിൾ റീജിയനിലുള്ള ഒരു റീജിയൻ വരും. അപ്പൊ y വാല്യൂ ഇൻ ബിറ്റ്വീൻ G1 ആൻഡ് G2 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റീജിയനിൽ x എന്ന് പറയുന്ന ആളുടെ വേരിയബിളിനെ കോൺസ്റ്റന്റ് ലിമിറ്റ്സിൽ എടുക്കാം. y-നെ നിങ്ങൾക്ക് G1 to G2 എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യുന്നത് ജനറൽ റീജിയനിലാണെങ്കിൽ ആ റീജിയനെ T സിമ്പിൾ എന്ന് പറയണമെങ്കിൽ അവിടെ സെറ്റിന്റെ വേരിയേഷൻ x y എന്ന് പറയുന്ന രണ്ട് വേരിയബിളിന്റെ ടേംസിൽ കാണിക്കാൻ പറ്റണം. ആ കേസിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു z ആയിരിക്കും എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ കേസിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ R ചെയ്യും. ആ R എന്ന് പറയുന്ന റീജിയൻ നമ്മുടെ T എന്ന് പറയുന്ന റീജിയന്റെ XY പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ആയിരിക്കും. നോർമൽ ഡബിൾ ഇന്റഗ്രൽ ചെയ്യുന്ന പോലെ അവിടെ നമുക്ക് ഇന്റഗ്രൽ പെർഫോം ചെയ്യാം, ഡബിൾ ഇന്റഗ്രൽ ചെയ്യുന്ന പോലെ പെർഫോം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ കേസിൽ എങ്ങനെയാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ കാണാമെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് DZ നൽകി വിത്ത് റെസ്പെക്ട് ടു Z നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സെറ്റിന്റെ വാല്യൂസ് വരുന്നത് K1 to K2 ആണ്. നമ്മൾ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഡബിൾ ഇന്റഗ്രൽ കാണാൻ വരും. ആ ഡബിൾ ഇന്റഗ്രൽ പെർഫോം ചെയ്യേണ്ടത് ഈ R എന്ന് പറയുന്ന റീജിയനിലായിരിക്കും. അവിടെ y വാരി ചെയ്യുന്നത് G1 to G2 ആണ് എങ്കിൽ അവിടെ y വാരി ചെയ്യുന്നത് G1 to G2 വരെയാണെങ്കിൽ അവിടെ രണ്ടാമത് പെർഫോം ചെയ്യേണ്ടത് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആയിരിക്കണം. y എന്ന് പറയുന്ന ആളുടെ ലിമിറ്റ്സ് G1 to G2 ആണ്. അത് അവിടെ കൊടുത്തു. ഇൻ ടേംസ് ഓഫ് x ആണ്. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് എക്സിന്റെ ഇന്റഗ്രൽ ആണ്. എക്സിന്റെ ഇന്റഗ്രൽ അല്ലെങ്കിൽ എക്സിന്റെ വേരിയേഷൻ അവിടെ കോൺസ്റ്റന്റിലായിട്ടായിരിക്കും ഉണ്ടാവുക. x വാരീസ് ഫ്രം A to B ആണ്. അപ്പൊ ഏറ്റവും വെളിയിൽ dx വരും. അവിടെ ഇന്റഗ്രൽ A to B ഏറ്റവും വെളിയിലായിട്ടുള്ള ഇന്റഗ്രൽ ആയിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പൊ Z സിമ്പിൾ റീജിയന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ x സിമ്പിൾ റീജിയനും y സിമ്പിൾ റീജിയനും പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ എക്സ് സിമ്പിൾ റീജിയനും അതേപോലെ y സിമ്പിൾ റീജിയനും പറയുന്നുണ്ട്. എന്താണ് അവിടെയുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ എക്സ് സിമ്പിൾ ആണെന്ന് പറയണമെങ്കിൽ ഒരു റീജിയനെ എക്സ് സിമ്പിൾ റീജിയൻ എന്ന് പറയണമെങ്കിൽ Z സിമ്പിൾ റീജിയൻ എന്ന് പറയണമെങ്കിൽ Z ലൈസ് ബിറ്റ്വീൻ ടു ഫംഗ്ഷൻസ് ഓഫ് x y ആണ് അല്ലെ, x ആൻഡ് y ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു റീജിയനെ എക്സ് സിമ്പിൾ എന്ന് പറയണമെങ്കിൽ അവിടെ എന്തായിരിക്കും കണ്ടീഷൻ? എക്സ് എന്ന് പറയുന്ന വാരിയബിൾ ആരുടെ ഇടയിൽ കിടക്കും? രണ്ട് ഫംഗ്ഷൻസിന്റെ ഇടയിൽ കിടക്കും. എങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും? ഞാൻ വേണമെങ്കിൽ അവിടെ M എന്ന് എടുക്കാം. M1 of y, z to M2 of y, z. അപ്പൊ ഒരു റീജിയനെ എക്സ് സിമ്പിൾ എന്ന് പറയണമെങ്കിൽ അവിടെ എക്സ് വാരിയബിൾ ആയിരിക്കും രണ്ട് ഫംഗ്ഷൻസിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നത്. ആ രണ്ട് ഫംഗ്ഷൻസ് y, z എന്ന് പറയുന്ന രണ്ട് വാരിയബിൾസിന്റെ ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പൊ ആ കേസിൽ എനിക്ക് ഫസ്റ്റ് ഇവിടെ DZ അല്ലേ വന്നത്, അതിന് പകരം ആരെ കൊടുക്കേണ്ടി വരും? DX കൊടുക്കേണ്ടി വരും. അവിടെ K1 of xy, K2 of xyക്ക് പകരം ആര് വരും? M1 of yz ഉം M2 of yz ഉം വരും. പിന്നെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഡബിൾ ഇന്റഗ്രൽ ഓവർ R കാണേണ്ടി വരും. അത് ആരായിരിക്കും? എക്സ് സിമ്പിൾ റീജിയൻ ആണെങ്കിൽ Z സിമ്പിൾ റീജിയൻ ആകുമ്പോൾ നിങ്ങൾ R എന്ന് പറയുന്ന റീജിയൻ കിട്ടാൻ XY പ്ലെയിനിലോട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. എന്നാൽ എക്സ് സിമ്പിൾ റീജിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് R എന്ന് പറയുന്ന റീജിയൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രൊജക്ട് ചെയ്യേണ്ടത് YZ പ്ലെയിനിലോട്ടായിരിക്കും. നിങ്ങളുടെ സർഫേസിനെ നിങ്ങൾ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വരും? YZ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നിങ്ങൾ യൂഷ്വലി ഡബിൾ ഇന്റഗ്രൽ കാണുന്ന പോലെ ചെയ്താൽ മതിയാകും. ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ഒന്ന് എക്സ് സിമ്പിൾ റീജിയൻ ആരാണ്, അതുപോലെ y സിമ്പിൾ റീജിയൻ ആരാണെന്ന് വായിച്ചു നോക്കാം. Z സിമ്പിൾ റീജിയൻ എന്ന് പറയുമ്പോൾ Z ആയിരിക്കും XY എന്ന് പറയുന്ന വാരിയബിൾസിന്റെ ഫംഗ്ഷൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ലൈ ചെയ്യുന്നുണ്ടാവുക. റീജിയൻ എക്സ് സിമ്പിൾ ആവണമെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന വാരിയബിൾ
YZ എന്ന് പറയുന്ന രണ്ട് വാരിയബിൾസിന്റെ ഫംഗ്ഷൻസിന്റെ ഇൻ ബിറ്റ്വീൻ വരണം. ഇനി റീജിയൻ Y സിമ്പിൾ എന്ന് പറയണമെങ്കിലോ ആ കേസിൽ Y എന്ന് പറയുന്ന വാരിയബിൾ ആയിരിക്കും ഇല്ലെന്ന് എടുക്കണേ L2 ഓഫ് എക്സ് സെറ്റിനും L1 ഓഫ് എക്സ് സെറ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പൊ ഏത് വാരിയബിൾ ആണ് രണ്ട് ഫംഗ്ഷൻസ് ഓഫ് അതർ ടു വാരിയബിൾസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്, അവർ ആരെയാണോ നിങ്ങൾ ടേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ആ റീജിയനെ നിങ്ങൾ എക്സ് സിമ്പിൾ റീജിയൻ, Y സിമ്പിൾ റീജിയൻ അല്ലെങ്കിൽ Z സിമ്പിൾ റീജിയൻ എന്ന് വിളിക്കുന്നത്. മറ്റുള്ള ഇപ്പം ഈ കേസിൽ Y സിമ്പിൾ റീജിയൻ ആണെങ്കിൽ നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് R ഉണ്ടാക്കേണ്ടത് ഏത് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ടായിരിക്കും എന്ന് ചോദിച്ചാൽ XZ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ടായിരിക്കും. Z സിമ്പിൾ റീജിയനിൽ XY പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു, X സിമ്പിൾ റീജിയനിൽ YZ പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. അവിടെ യൂഷ്വലി ഡബിൾ ഇന്റഗ്രൽ കാണുന്ന പോലെ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിനോട് ഇവിടെ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. വേറെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരും കേട്ടോ. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരും. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ടി സെറ്റ് ഡി where t is a solid in the first octant bounded by the graphs of z equal to 1 minus x square and y equal to x. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ഗ്രാഫ് ഒക്കെ വരയ്ക്കാൻ പറ്റണം. നമ്മുടെ റീജിയൻ ആർക്കിടയിലാണ് ലൈ ചെയ്യുന്നത്, നമ്മുടെ വാരിയബിൾസ് അതിന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ഇവിടെ ബുദ്ധിമുട്ടുള്ളത്. ഞാൻ പറയുന്നത് മാക്സിമം ശ്രദ്ധിക്കാം. നമ്മളോട് z എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? z ആണ് ഫംഗ്ഷൻ. f of x y z ആരാണ്? ഇവിടെ z ആണ് സിംപ്ലി. ഇവിടുത്തെ ഫംഗ്ഷൻ ആരാണ്? f of x y z ആരാണെന്ന് ചോദിച്ചാൽ z ആണ്. z-നെയാണ് നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യേണ്ടത്. ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യേണ്ട റീജിയൻ ആരാണോ നോക്കൂ. ടി ആരാണ്? ടി ഈസ് എ സോളിഡ് ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ്. അതൊരു ഇമ്പോർട്ടന്റ് തിങ് ആണ് കേട്ടോ. നമുക്ക് വേണ്ടത് സോളിഡ് ആണ്, ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് ആണ്. ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ്സ് ഓഫ് z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആളുടെയും y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലെയിനിന്റെയും z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ എക്സ് സ്ക്വയർ പരാബോളോയിഡ് ആണ്. ആ പരാബോളോയിഡിന്റെയും y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലെയിനിന്റെയും ഈ രണ്ടുപേരും 3D-യിലാണ് അല്ലെ. z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ 3D-യിലുള്ള ഫംഗ്ഷൻ ആണ്. 3D-യിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പരാബോളോയിഡാണ് വരിക. പരാബോളയല്ല, പരാബോളോയിഡ് ആണ് വരിക. y ഈക്വൽ ടു എക്സ് പ്ലെയിനിലാണെങ്കിൽ ലൈൻ ആണ്, പക്ഷെ അത് 3D-യിലോട്ട് വരുമ്പോൾ അത് പ്ലെയിൻ ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അവർ രണ്ടുപേരും കൂടെ ബൗണ്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഒക്ടന്റിലെ പോർഷൻ ആണ് നമ്മുടെ ടി എന്ന് പറയുന്ന റീജിയൻ. ആ ടി എന്ന് പറയുന്ന റീജിയനിൽ വേണം ഈ z എന്ന് പറയുന്ന ഫംഗ്ഷനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് സെഡിന്റെ വേരിയേഷൻ വേണം, എക്സിന്റെ വേരിയേഷൻ വേണം, വൈയുടെ വേരിയേഷൻ വേണം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പൊ എങ്ങനെയാണ് ആദ്യം ഈ റീജിയൻ ഒന്ന് വരയ്ക്കുന്നത്? ആദ്യം നമുക്ക് ഇയാളുടെ ഒരു റഫ് ഐഡിയ നോക്കാം. ആരാണ് z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ? അന്ന് വരച്ചു നോക്കിയാലോ. z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ വരയ്ക്കണം. അപ്പൊ ഞാന് ZX പ്ലെയിൻ എടുക്കുവാണ്. ZX പ്ലെയിനിൽ ഇയാളെ ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്കൊരു പരാബോളിനെ ആയിരിക്കും കിട്ടുക. ഞാൻ പരാബോള വരയ്ക്കുവാണ്. എന്റെ പരാബോള z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് സെറ്റ് പ്ലെയിനിൽ അതൊരു പരാബോള ആയിരിക്കും. എക്സ് സെറ്റ് പ്ലെയിനിൽ z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ഒരു പരാബോള ആയിരിക്കും. എക്സിന്റെ വാല്യൂ 1 ഉം -1 വരുമ്പോൾ സെറ്റിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇവിടെ രണ്ടിടത്തും ടച്ച് ചെയ്യും. പിന്നെ സെറ്റിന് ഏറ്റവും മാക്സിമം 1 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. സെറ്റിന്റെ മാക്സിമം വാല്യൂ 1 ആയിരിക്കും. അവിടെ എക്സ് വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പരാബോള ആയിട്ട് വരും. എവിടെ? എക്സ് സെറ്റ് പ്ലെയിനിൽ. എന്നാൽ ഞാൻ ഇവിടെ എന്റെ 3D-ലോട്ട് ഈ ഫിഗർ വരയ്ക്കാന്ന് വിചാരിച്ചു. ഇത് എന്റെ y ആക്സിസ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് y ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്ലെയിനിൽ, y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിൻ ആരാ? എക്സ് സെറ്റ് പ്ലെയിൻ ആണ്. y ഈക്വൽ ടു 0 എനിക്ക് ഒരു പരാബോള കിട്ടി. ഇനി y ഈക്വൽ ടു 1 ഞാൻ ഇതുപോലെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെയും എനിക്കൊരു പരാബോള കിട്ടും. y ഈക്വൽ ടു 2 ഞാൻ വരച്ചാലും എനിക്ക് പരാബോള കിട്ടും. ഇങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള പരാബോളകൾ, ഒരുപാട് പരാബോളകൾ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചാൽ എനിക്ക് 3D ഫിഗർ കിട്ടൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 3D ഫിഗർ കിട്ടും അല്ലെ? ആ 3D ഫിഗർ ആണ് ആക്ച്വലി എന്റെ z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫ്. 3D-യിൽ ഒരുപാട് പരാബോളാസ്. z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പരാബോള നിങ്ങൾ ചിന്തിക്കാം. അങ്ങനെയുള്ള ഒരുപാട് പരാബോളകൾ ചേർത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും എന്റെ ഫിഗർ ഉണ്ടാവുക 3D-യിൽ? അതാണ് എന്റെ പരാബോളോയിഡ് z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഈ പരാബോള ലൈസ് അലോങ് അതിന്റെ ആക്സിസ് ആയിരിക്കും y ആക്സിസ് ആയിരിക്കും. ആ പരാബോള ലൈസ് അലോങ് ദ ആക്സിസ് y ആക്സിസ് ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഒക്ടന്റിലെ ഒരു പോർഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതാണ് ഫസ്റ്റ് ഒക്ടന്റിലെ
ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ പോർഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു പോർഷൻ, അതായത് ഇത് കംപ്ലീറ്റ് ആയി നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ഭാഗം, പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒക്ടന്റ് മാത്രം മതി. നമുക്ക് ഫസ്റ്റ് ഒക്ടന്റിലാണ് നമ്മുടെ ടി എന്ന് പറയുന്ന സോളിഡ് ഉള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പരാബോളോയിഡിന്റെ കംപ്ലീറ്റ് പരാബോളോയിഡ് നോക്കുവാണെങ്കിൽ ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് ബാക്കി ഭാഗം അല്ലെ, ഇങ്ങോട്ടൊക്കെ ബാക്കി ഭാഗം ഉണ്ടാവും. അപ്പൊ ആ ഭാഗമൊന്നും വേണ്ട, നമുക്ക് ഫസ്റ്റ് ഒക്ടന്റിൽ വരുന്ന ഭാഗം മാത്രം മതി. അപ്പൊ നമ്മൾ ആദ്യം അത് വരച്ചു വെച്ചു. നമ്മുടെ ഫസ്റ്റ് ഒക്ടന്റിൽ വരുന്ന പരാബോളോയിഡിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്ലെയിൻ ആണ്. ആരാണ് നമ്മുടെ പ്ലെയിൻ? നോക്കിയിട്ട് പറഞ്ഞേ, നമ്മുടെ പ്ലെയിൻ ആരാടാ? y = x. ആ y = x നിങ്ങൾക്ക് എവിടെ വരയ്ക്കാൻ പറ്റും? XY പ്ലെയിനിൽ വരയ്ക്കാം അല്ലെ. y = x എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് XY പ്ലെയിനിൽ വരയ്ക്കുകയാണെങ്കിൽ അതാ ഇതുപോലെ കിട്ടും. XY പ്ലെയിനിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കിട്ടുക അല്ലെ. ഇതേപോലെയുള്ള ഒരുപാട് ലൈനുകൾ നിങ്ങൾ നിരത്തി വെക്കുവാണെങ്കിൽ, ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആരെയായിരിക്കും? ഇവിടെ പ്ലെയിനിനെ ആയിരിക്കും. ആ രീതിക്ക് ചിന്തിക്കും കേട്ടോ. പ്ലെയിനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ ഒന്നിനും പിറകിൽ ഒന്നായിട്ട് ഇങ്ങനെ നിങ്ങൾ 3D ഇതാ കുറെ ലൈൻസ് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നിങ്ങൾ അടക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആരെയാണ്? ഒരു പ്ലെയിനെയാണ്. മനസ്സിലാക്കുക. അപ്പൊ y = x എന്ന് പറഞ്ഞത് ആരാണ്? 3D അതൊരു പ്ലെയിൻ ആണ്. അപ്പൊ ആ ലൈൻ കണ്ടോ, എക്സ് വൈ എന്ന് പറയുന്ന 2 ആക്സിസ് ഉണ്ട്. ആ ആക്സിസിനെ കറക്റ്റ് മുറിച്ചുകൊണ്ടായിരിക്കും ആ പ്ലെയിൻ വരുന്നുണ്ടാവുക. ഇത് ആ ലൈനാണ്, y = x എന്ന് പറയുന്ന ലൈനാണ് ഇവിടെയുള്ള XY പ്ലെയിനിന്റെ ലൈൻ. ഇതേപോലെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ കിട്ടും. ആ പ്ലെയിൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ y = x എന്ന് പറയുന്ന പ്ലെയിൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ഈ പറയുന്ന സോളിഡിനെ z = 1 - x² എന്ന് പറയുന്ന നിങ്ങളുടെ സോളിഡിനെ അതെന്ത് ചെയ്യും? മുറിക്കും. അങ്ങനെ നിങ്ങൾക്ക് മുറിക്കുമ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ. y = x എന്ന് പറയുന്ന പ്ലെയിൻ അതെന്തിനാ മുറിക്കും? y = x എന്ന് പറയുന്ന പ്ലെയിൻ എന്തിനാ മുറിക്കും? ഈ തന്നിരിക്കുന്ന z = 1 - x² അത് എന്ത് ചെയ്യും? മുറിക്കും. അപ്പൊ മുറിക്കുന്നുണ്ട്, മനസ്സിലാക്കുക. നമ്മുടെ ടി എന്ന് പറയുന്ന സോളിഡ് ഫസ്റ്റ് ഒക്ടന്റിലേതാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. z = 1 - x²ഉം y = x ആണ്. അപ്പൊ നമ്മുടെ സോളിഡ് ആരാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ സോളിഡ് ഇതാ, ഒരു മിനിറ്റ്, ഇല്ലല്ലോടാ, പോവായിരിക്കും വിചാരിക്കാം. പോകുന്നില്ല, അത് പോവും, എന്തായാലും പോവായിരിക്കും. അപ്പൊ നമ്മുടെ സോളിഡ് ഇതാ ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. ഞാൻ കളർ മാറ്റിയിട്ട് കാണിക്കാം. ഇവിടെ ഫിഗർ ഒന്നാമത് പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ കളർ മാറ്റിയിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ പോർഷൻ ടി എന്ന് പറയുന്ന സോളിഡ്. ഞാൻ റെഡ് കളറിലും ബോർഡർ മാർക്ക് ചെയ്തില്ലേ. അപ്പൊ ഇവിടെ ഇത് ബൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത്, അത് ബൗണ്ട് ചെയ്തിരിക്കുന്നത് y = x എന്ന പ്ലെയിൻ ആണ്. ആൻഡ് മുകൾ ഭാഗത്തായിട്ട് ഇവിടെ z = 1 - x² എന്ന് പറയുന്ന സർഫേസ് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് താഴെയായിട്ട് ഫസ്റ്റ് ഒക്ടന്റിലല്ല, അതുകൊണ്ട് XY പ്ലെയിൻ ബൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് XZ പ്ലെയിൻ ബൗണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ XZ പ്ലെയിനും XY പ്ലെയിനും അതുപോലെ YZ പ്ലെയിനും ഇതിനെ ബൗണ്ട് ചെയ്തതിന്റെ റീസൺ അത് ഫസ്റ്റ് ഒക്ടന്റിലേതായതുകൊണ്ടാണ്. മുകളിൽ z = 1 - x²ഉം അതുപോലെ സൈഡിലായിട്ട് ആരും കൂടെ അതിനെ ബൗണ്ട് ചെയ്യുന്നുണ്ട്, y = x ഉം ബൗണ്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി YZ പ്ലെയിൻ ബൗണ്ട് ചെയ്യുന്നില്ല. YZ പ്ലെയിൻ ബൗണ്ട് ചെയ്തില്ല, കാരണം അതിന്റെ ഒരു സൈഡിൽ ആര് ബൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്? y = x എന്ന് പറയുന്ന പ്ലെയിൻ ബൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സോളിഡ്. ഒരു ചെറിയ കുഞ്ഞി പീസ് കണ്ടില്ല, ഇതാണ് നമ്മുടെ ടി എന്ന് പറയുന്ന സോളിഡ്. ഇനി നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ 3 വേരിയബിൾസിന്റെയും വേരിയേഷൻ ആണ്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സെറ്റ് വാല്യൂ എവിടെ നിന്ന് ഇങ്ങോട്ടാ വാല്യൂ ചെയ്യുന്നത്? ഇതൊരു സെറ്റ് സിമ്പിൾ റീജിയൻ ആണ് കേട്ടോ. ഇതിന് നമുക്ക് x സിമ്പിൾ റീജിയൻ ആയിട്ടും y സിമ്പിൾ റീജിയൻ ആയിട്ടും ഒക്കെ കൊടുക്കാം. എന്നാൽ ഞാൻ ഇവിടെ തന്നെ സെറ്റ് സിമ്പിൾ റീജിയൻ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം എനിക്ക് ഇവിടെ z = 1 - x² എന്ന് പറയുന്ന ആള് ഇതിനെ അപ്പർ ആയിട്ട് ബൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ അറിയാം. എന്റെ റീജിയനെ z = 1 - x² എന്ത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. മുകൾ ഭാഗത്തായിട്ട്, എന്റെ റീജിയന്റെ മുകൾ ഭാഗത്തായിട്ട് z = 1 - x² എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാം, ബൗണ്ട് ചെയ്യുന്നുണ്ടെന്നറിയാം. അതേപോലെ ഇതിന്റെ ലോവർ എൻഡില്, എന്റെ റീജിയന്റെ ലോവർ എൻഡില് XY പ്ലെയിൻ ആണ് ബൗണ്ട് ചെയ്യുന്നത്. XY പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താണ്? z = 0 ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം ഇതൊരു സെറ്റ് സിമ്പിൾ റീജിയൻ ആണ്. ഈ റീജിയൻ ഇതെന്താണ്? സെറ്റ് സിമ്പിൾ റീജിയൻ ആണ്. സെറ്റിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ, അതുകൊണ്ട് തന്നെ 0 to ഈ പറയുന്ന റീജിയനെ ലോവർ എൻഡിൽ XY പ്ലെയിൻ ആണ് ബൗണ്ട് ചെയ്യുന്നത്. അതായത് z = 0 തുടങ്ങി എവിടെ വരെ അവസാനിക്കുന്നു? ഇതിന്റെ അപ്പർ ആയിട്ട്, എന്റെ റീജിയന്റെ അപ്പർ എൻഡിൽ ആരാണ് വരുന്നത്? z = 1 - x² എന്ന് പറയുന്ന പരാബോളോയിഡ് ആണ്. അപ്പൊ സെറ്റിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 to 1 - x² ആണെന്ന് എനിക്ക് കിട്ടും. അപ്പൊ സെറ്റിന്റെ വേരിയേഷൻ കിട്ടി. സെറ്റ് സിമ്പിൾ റീജിയൻ ആണ്, അതുകൊണ്ട് എനിക്ക് എന്തെന്ന് കിട്ടി? സെറ്റിന്റെ വേരിയേഷൻ എനിക്ക് കിട്ടി. ഇനി എനിക്കറിയേണ്ടത് റീജിയൻ R ആരാണ്? R എന്ന് പറയുന്ന റീജിയൻ കിട്ടണമെങ്കിൽ, സെറ്റ് സിമ്പിൾ റീജിയൻ ആണെങ്കിൽ എന്റെ ഈ സോളിഡിനെ ഞാൻ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വരും? XY പ്ലെയിനിലോട്ട്. എന്റെ സോളിഡിനെ ഞാൻ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വരും? XY പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സോളിഡിനെ XY പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റീജിയൻ ഞാൻ ഇവിടെ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് എനിക്ക് കിട്ടുക. ഇതാണ് എന്റെ R എന്ന് പറയുന്ന റീജിയൻ. ഈ സോളിഡിനെ ഞാൻ XY പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്താൽ എനിക്കിതാ ഈ സോളിഡിനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾക്ക് കറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല,
അതെങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഫിഗർ ഒന്നും വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോബ്ലം ചെയ്യാൻ പറ്റും. കാരണം ഈ പറയുന്ന z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഈ പറയുന്ന സോളിഡിനെ അപ്പർ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറയുന്നത് കൊണ്ട് z ഈക്വൽ ടു 0 ആയിരിക്കും ലോവർ എൻഡിൽ ബൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് z വാരീസ് ഫ്രം 0 ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് നമ്മുടെ റീജിയൻ ആർ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. അതെങ്ങനെ കാണാമെന്ന് ഞാൻ പറയാം. എനിക്കറിയാം, ഞാൻ XY പ്ലെയിനിലോട്ടാണ് ആരെ പ്രൊജക്ട് ചെയ്യുന്നത്, എന്റെ സോളിഡിനെ പ്രൊജക്ട് ചെയ്യുന്നത്. ആ കേസിൽ എന്റെ ഈ കർവുകൾ ആരൊക്കെയായിരിക്കും എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ആരായിരിക്കും ആ കേസിൽ z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ? XY പ്ലെയിനിലെ z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ z വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. XY പ്ലെയിനിൽ z വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആ കേസിൽ 1 മൈനസ് എക്സ് സ്ക്വയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ് സ്ക്വയറിന്റെ വാല്യൂ 1 ആണെന്നും ഫസ്റ്റ് ഒക്ടന്റിൽ ആയതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ 1 ആണെന്നും കിട്ടണം. റെഡിയാണോ പറഞ്ഞ കാര്യം? നിങ്ങൾ ഈ പറയുന്ന ആർ എന്ന് പറയുന്ന റീജിയൻ എവിടെയാ നോക്കുന്നത്? XY പ്ലെയിനിലാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആരാണെന്ന് നോക്കുവാണ് ഇവിടെ XY പ്ലെയിനിൽ. അപ്പൊ z 0 കൊടുത്താൽ 1 മൈനസ് എക്സ് സ്ക്വയർ 0 ആണെന്നും അതിൽ നിന്ന് എക്സ് സ്ക്വയർ 1 ആണെന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് എന്താണെന്ന് കിട്ടും? 1 ആണെന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? XY പ്ലെയിൻ വരയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ XY പ്ലെയിനിൽ നിങ്ങൾ എന്തിനെ വരയ്ക്കുക? x ഈക്വൽ ടു 1 വരയ്ക്കുക. x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ പരാബോളോയിഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് റെഡ്യൂസ് ആകും എവിടെ? XY പ്ലെയിനിൽ. നിങ്ങളുടെ പരാബോളോയിഡ് ഈ പറയുന്ന XY പ്ലെയിനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ x ഈക്വൽ ടു 1 ആയിട്ട് എന്തായി മാറും? അത് റെഡ്യൂസ് ആയിട്ട് മാറും. ആ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ഒക്ടന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതിയാകും. ഫസ്റ്റ് ഒക്ടന്റ് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം എന്ത് ചെയ്താൽ മതിയാവും? കൺസിഡർ ചെയ്താൽ മതിയാവും. സോ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അതിനെ വരയ്ക്കാം. ആ ലൈൻ സെഗ്മെന്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് നിങ്ങളുടെ y ഈക്വൽ ടു എക്സിനെ അവിടെ XY പ്ലെയിനിൽ വരയ്ക്കുക എന്നുള്ളതാണ്. y ഈക്വൽ ടു എക്സ് നിങ്ങൾ വരച്ചു. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ആ ഒരു ലൈനിന്റെ ഭാഗവും വരച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു ബൗണ്ടഡ് റീജിയൻ കിട്ടിയില്ലേ? ഇതാണ് നിങ്ങളുടെ ആർ എന്ന് പറയുന്ന റീജിയൻ. ഇതാണ് നിങ്ങളുടെ ആർ എന്ന് പറയുന്ന റീജിയൻ. ഈ രണ്ടുപേരും കൂടെ ബൗണ്ട് ചെയ്തിട്ട് വരുന്ന റീജിയൻ അത് തന്നെയായിരിക്കും ആക്ച്വലി ഈ നമ്മുടെ ടി എന്ന് പറയുന്ന റീജിയന്റെ പ്രൊജക്ഷൻ XY പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആർ എന്ന് പറയുന്ന റീജിയനെയും എന്ത് ചെയ്യാം? വരയ്ക്കാം. ഇങ്ങനെ ഒരു റീജിയൻ കിട്ടിയാൽ അവിടെ എക്സിന്റെ വേരിയേഷനും വൈയുടെ വേരിയേഷനും കാണാൻ ഞാൻ വരണോ? ഡബിൾ ഇന്റഗ്രൽ കാണാൻ പഠിച്ചവരല്ലേ? നിങ്ങൾ പറഞ്ഞ ഇവിടെ എക്സിന്റെ വാല്യൂസ് ഞാൻ കോൺസ്റ്റന്റിൽ എടുക്കുവാണെങ്കിൽ എക്സ് ഇവിടെ 0 to 1 ആണ് വാരി ചെയ്യുന്നത്. എനിക്ക് എക്സിന്റെ വേരിയേഷൻ എനിക്ക് 0 to 1 എന്ന് കൊടുക്കാം. എക്സിന്റെ വേരിയേഷൻ എനിക്ക് എങ്ങനെ കൊടുക്കാം? 0 to 1. വൈയുടെ വേരിയേഷൻ വാരിയബിൾ കൊടുക്കണം. അപ്പൊ വൈയുടെ വേരിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രിപ്പ് പാരലൽ ടു y ആക്സിസ് വരച്ചു. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നിന്നാണ്. അതായത് എക്സ് ആക്സിസിൽ വൈയുടെ വാല്യൂ 0 ആണ്. അപ്പൊ y ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്തു. എവിടെ എൻഡ് ചെയ്യുന്നു? y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിൽ. അപ്പൊ വൈയുടെ വാല്യൂ എവിടെ എൻഡ് ചെയ്യുന്നു? എക്സിൽ. അപ്പൊ സെറ്റിന്റെ വേരിയേഷൻ കിട്ടി, എക്സിന്റെ വേരിയേഷൻ കിട്ടി, വൈയുടെ വേരിയേഷൻ കിട്ടി. പ്രോബ്ലം ചെയ്യാൻ ഇനി ഒന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വേരിയേഷൻസ് കാണുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ നോട്ടിലോട്ട് മാറ്റുക. എക്സാമിന് ആ എക്സ്പ്ലനേഷൻ വേണം. ഇതിപ്പോ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നോട്ടിലോട്ട് ആ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് വേണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ഇതിന്റെ വേരിയേഷൻ ഇങ്ങനെയാണെന്ന് മാത്രം റൈറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് വരുന്നു എന്നുള്ള റീസൺ കറക്റ്റ് ആയിട്ട് സെറ്റ് സിമ്പിൾ റേഞ്ചിനാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ്, അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രോബ്ലം ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നമുക്ക് ഇനി ആൻസറിലോട്ട് പോകാം. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ടി സെഡ് ടി വി. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ടി സെഡ് ടി വി ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കോൺസ്റ്റന്റ് ലിമിറ്റ് തരുന്ന വേരിയബിൾ ആരാണ്? അയാൾ ഏറ്റവും വെളിയിലോട്ട് ഇടുക. ആരാണ്? എക്സിന്റെതാണ് വേരിയബിൾ. സോ എക്സ് എങ്ങോട്ട് വരികയുന്നു? 0 to 1. സെറ്റ് സിമ്പിൾ റീജിയൻ ആയതുകൊണ്ട് എന്തായാലും ഉള്ളിൽ വരുന്ന ഇന്റഗ്രൽ സെറ്റിന്റെതായിരിക്കും. അപ്പൊ ഇൻ ബിറ്റ്വീൻ വരുന്ന ഇന്റഗ്രൽ വൈയുടേതാവണം. വൈയുടെ വേരിയേഷൻ ഇൻ ബിറ്റ്വീൻ 0 to x ആണ് കൊടുക്കുന്നു. 0 to x. അതിന്റെ ഉള്ളിൽ സെറ്റിന്റെ വേരിയേഷൻ z വാരീസ് ഫ്രം 0 to 1 മൈനസ് എക്സ് സ്ക്വയർ. ആൻഡ് സെറ്റിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ഇട്ട് കൊടുക്കാം. സെറ്റ് dz dy dx. ഈ ഇന്റഗ്രൽ കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെയ്തോളൂ. പുറത്തേത്തെ ഇന്റഗ്രൽ അതേപോലെ വെക്കണം. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to x. സെറ്റിന്റെ ഇന്റഗ്രൽ z സ്ക്വയർ ബൈ 2, 0 to 1 മൈനസ് dy dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1, 0 to x. ഹാഫിനെ പുറത്തേക്ക് ഇടാം. z സ്ക്വയർ ബൈ 2 ഹാഫിന് ഏറ്റവും മുകളിലോട്ട് ഇടാം, പ്രശ്നമൊന്നുമില്ല. z സ്ക്വയറിൽ z-ന് 1 മൈനസ് എക്സ് സ്ക്വയർ കൊടുത്താൽ 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് വരും. dy dx ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ 0 to 1. ഈ 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയറിന്റെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്താൽ എന്തെന്ന് വരും? 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ കോൺസ്റ്റന്റ് പോലെയാണ് നിൽക്കുക. y വരും, ഇന്റഗ്രൽ y വരും. 0 to x കൊടുക്കണം.
and dx equal to half into integral 0 to 1. Y ക്ക് x കൊടുത്തു കഴിഞ്ഞാൽ x into 1 minus x square whole square dx എന്ന് കിട്ടും. This is equal to half into integral 0 to 1 x into ഈ 1 minus x square സ്ക്വയർ എടുക്കുമ്പോൾ 1 minus 2x square plus x raised to 4 dx equal to half integral 0 to 1 x minus 2x cube plus x raised to 5 dx. And this is equal to half integral x square by 2 minus 2x raised to 4 by 4 plus x raised to 6 by 6 0 to 1 half into 1 by 2 minus 2 by 4 again 1 by 2 ആണ് 1 by 2 plus 1 by 6. Final answer is half into 1 by 6 equal to 1 by 12. 1 by 12 എന്നുള്ള ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇന്റഗ്രൽ കാണാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ കാണാനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ വാല്യൂസിന്റെ ലിമിറ്റ്സ് എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, എക്സ് സിമ്പിൾ റീജിയൻ എന്താണ്, വൈ സിമ്പിൾ റീജിയൻ എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രോബ്ലത്തിന് ശേഷമായിട്ട് ആണ് ഉള്ളത്. അതുകൊണ്ട് അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അടുത്ത പ്രോബ്ലം ഇതാണ്, എക്സാമ്പിൾ 3 ആണ്. എക്സാമ്പിൾ 3 പറയുന്നു, ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ടി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വേർ ടി ഈസ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ cylinder x square plus z square equal to 1 and the plane y plus z equal to 2 and y equal to 0. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഈ സിലിണ്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സിലിണ്ടർ ആരാണെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എക്സ് സെറ്റ് പ്ലെയിനിൽ നോക്കുവാണെങ്കിൽ അതൊരു സർക്കിൾ ആണ് അല്ലെ. എക്സ് സെറ്റ് പ്ലെയിനിൽ നോക്കുവാണെങ്കിൽ സെറ്റ് എക്സ് സെറ്റ് പ്ലെയിനിൽ നോക്കുവാണെങ്കിൽ അത് സർക്കിളാണ് അല്ലെ. ആ സർക്കിൾ നിങ്ങൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടക്കി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സിലിണ്ടർ ആയിരിക്കും അല്ലെ. ഒരു സർക്കിളിന്റെ മുകളിൽ ഒരു സർക്കിൾ ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സിലിണ്ടർ ആയിരിക്കും. ആ സിലിണ്ടറിന്റെ ആക്സിസ് ആരായിരിക്കും, അലോങ് വൈ ആക്സിസ് ആയിരിക്കും. അതിന്റെ ആക്സിസ് ഈസ് അലോങ് വൈ ആക്സിസ് ആയിരിക്കും. ആൻഡ് ഈ പറയുന്ന സിലിണ്ടറിനെ ആര് വന്ന് കട്ട് ചെയ്യും, വൈ പ്ലസ് എഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിൻ വന്നിട്ട് കട്ട് ചെയ്യും. ഓക്കെ, വൈ പ്ലസ് എഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിൻ വന്നിട്ട് ആ സിലിണ്ടറിനെ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അതേപോലെ വൈ ഈക്വൽ ടു 0. ഈ രണ്ട് പ്ലെയിനുകളും ഈ പറയുന്ന സിലിണ്ടറിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബൗണ്ട് ചെയ്യുന്ന ഈ 3 പേരും കൂടെ ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ആരെന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത്. ഞാൻ ആ ഫിഗർ ഇതിൽ കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പൊ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് സെറ്റ് പ്ലെയിൻ ആണ്. ഇതിന്റെ ലോവർ എൻഡ് കണ്ടോ, ഈ ലോവർ എൻഡ് നിൽക്കുന്നത്, ഈ സിലിണ്ടറിന്റെ ലോവർ എൻഡ് നിൽക്കുന്നത് y ഈക്വൽ ടു 0-ലാണ്. എക്സ് സെറ്റ് പ്ലെയിനിലാണ് ഇതിന്റെ ലോവർ എൻഡ് നിൽക്കുന്നത്. അപ്പൊ എക്സ് സെറ്റ് പ്ലെയിൻ ആണ് ആക്ച്വലി y ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് സെറ്റ് പ്ലെയിൻ ഈ പറയുന്ന റീജിയനെ ബൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ y പ്ലസ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലാൻഡ് ആയിട്ട് വരുന്നു, ഇങ്ങനെ വരുന്ന പ്ലെയിൻ ആണ്. ആ പ്ലെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ കാണുന്ന സിലിണ്ടർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സിലിണ്ടർ ആയിരുന്നു. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഒരു സിലിണ്ടർ ആണ് ആരെന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടർ. ആ സിലിണ്ടറിനെ വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിൻ വന്നിട്ട് കട്ട് ചെയ്യാണ്. പ്ലെയിൻ വന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് സെറ്റ് പ്ലെയിൻ അതിന്റെ ലോവർ എൻഡിൽ ബൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന സിലിണ്ടറിനെ ഈ ചരിഞ്ഞു വരുന്ന വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീജിയൻ ആണ് ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ടി എന്ന് പറയുന്ന റീജിയൻ. അതാണ് നമ്മുടെ ആരെന്ന് പറയുന്ന റീജിയൻ, ടി എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ ഈ ടി എന്ന് പറയുന്ന റീജിയൻ ആണ്, അതായത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന എൻഡിയർ റീജിയൻ ആണ് നമ്മുടെ ടി എന്ന് പറയുന്ന റീജിയൻ. അപ്പം ഈ ടി എന്ന് പറയുന്ന റീജിയൻ ആരുടെ പാർട്ടാണ്, എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടറിന്റെ പാർട്ടാണ്. എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടറിന്റെ പാർട്ടാണ് ഇത്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. പക്ഷെ അത് ബൗണ്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ് എക്സ് സെറ്റ് പ്ലെയിൻ. അപ്പൊ ഇവിടെ മുതൽ മതി, നമ്മുടെ റീജിയൻ ഇവിടെ മുതൽ മതി, എക്സ് സെറ്റ് പ്ലെയിൻ തൊട്ട് മതി. അതുപോലെ വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ പ്ലെയിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബൗണ്ടറി തീർക്കുന്നുണ്ട്. സോ ഈ ബ്ലൂ കളറിലുള്ള ആളാണ് നമ്മുടെ ടി എന്ന് പറയുന്ന റീജിയൻ. മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ റീജിയൻ വരയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നമ്മുടെ റീജിയൻ വരച്ചു വെച്ചു. ഇതാണ് നമ്മുടെ ടി എന്ന് പറയുന്ന റീജിയൻ. നമുക്ക് ഈ പറയുന്ന റീജിയനിൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ പറയുന്ന റീജിയനിൽ ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ എനിക്ക് ഈ പറയുന്ന റീജിയനെ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് എളുപ്പം, ഈ പറയുന്ന റീജിയനെ ഏത് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ അത് എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് എളുപ്പം അല്ലെ. എനിക്ക് എക്സ് സെറ്റ് പ്ലെയിൻ, ഇതിന് മുന്നേയും ഇതേ സാധനം വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതിന് എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് ഞാൻ പ്രൊജക്ട് ചെയ്താൽ കണ്ടോ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ആ സർക്കിളിന്റെ ഇക്വേഷനും എക്സാക്ട്ലി ഈ പറയുന്ന സിലിണ്ടറിന്റെ ഇക്വേഷനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് ഞാൻ ഈ ടിയെ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു സർക്കിൾ കിട്ടും. സർക്കിളിന്റെ ഇക്വേഷൻ ആരാണ്, എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈ പറയുന്ന റീജിയനെ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് എളുപ്പം.
ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന റീജിയനെ വൈ സിമ്പിൾ റീജിയൻ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് എക്സ് സിമ്പിൾ റീജിയൻ ആയിട്ട് ചൂസ് ചെയ്യാം, സെറ്റ് സിമ്പിൾ റീജിയൻ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇതിനെ എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാനാണ് എളുപ്പം എന്ന് ചോദിച്ചാൽ അത് എക്സ് സെറ്റ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് എളുപ്പം. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ എന്തായിട്ട് ചൂസ് ചെയ്യുന്നു, വൈ സിമ്പിൾ റീജിയൻ ആയിട്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ ഞാൻ എന്തായി ചൂസ് ചെയ്യുന്നു, വൈ സിമ്പിൾ റീജിയൻ ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ, വൈ സിമ്പിൾ റീജിയൻ ആയി ഞാൻ ചൂസ് ചെയ്താൽ വൈയുടെ വേരിയേഷൻ എങ്ങനെയാണെന്ന് അറിയണം. അപ്പൊ വൈയുടെ വേരിയേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വൈ ആക്സിന് പാരലായി സ്ട്രിപ്പ് വരച്ചോ. നിങ്ങൾ വൈ ആക്സിന് പാരലായി നിങ്ങൾ സ്ട്രിപ്പ് വരച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് സെഡ് പ്ലെയിനിലാണ്. എക്സ് സെഡ് പ്ലെയിനിൽ വൈ വാല്യൂ 0 ആണ്. വൈ വാല്യൂ 0 തുടങ്ങി എവിടെ അവസാനിക്കുന്നു നോക്കൂ. ഈ പറയുന്ന റേ എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, എന്റെ പ്ലെയിനിലാണ് എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പ്ലെയിനിൽ കൂടിയാണ് അത് പുറത്തേക്ക് വരുന്നത്. ഈ റേ എന്റെ റീജിയനെ ലീവ് ചെയ്യുന്നത് ഈ പ്ലെയിനിൽ കൂടിയാണ്. ആ പ്ലെയിനിന്റെ ഇക്വേഷൻ y പ്ലസ് z ഈക്വൽ ടു 2 ആണ്. അതിൽ നിന്ന് എനിക്ക് y 2 മൈനസ് z ആണ് കാണാം. അപ്പൊ y വാരി ചെയ്യുന്നത് എക്സ് സെഡ് പ്ലെയിൻ ആയ y ഈക്വൽ ടു 0 നിന്നും എന്റെ y പ്ലസ് z ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിനിലോട്ടാണ്. y പ്ലസ് z ഈക്വൽ ടു 2 എന്ന് പറയുന്ന പ്ലെയിനിൽ y എന്ന് പറഞ്ഞാൽ 2 മൈനസ് z ആണ്. അപ്പൊ y യുടെ വേരിയേഷൻ ഫ്രം 0 ടു 2 മൈനസ് z ആണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇന്റഗ്രൽ ചെയ്യേണ്ടത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ടി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡി വി ചെയ്യണം. അതിനെ ഞാൻ എങ്ങനെ മാറ്റും, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. പിന്നെ മൂന്നാമത്തതായ ഇന്റഗ്രൽ അത് വൈഡ് ഇന്റഗ്രൽ ആയി കൊടുക്കണം, കാരണം വൈ സിമ്പിൾ റീജിയൻ ആയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ മൂന്നാമത്തെ ഇന്റഗ്രൽ വൈഡ് ഇന്റഗ്രൽ ആണ്. അപ്പൊ 0 ടു 2 മൈനസ് സെറ്റ് ഫംഗ്ഷൻ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇനി ഇവിടെ വരുന്നത് ആരായിരിക്കും, ഇവിടെ വരുന്നത് ഡി വൈ ആയിരിക്കും. ആൻഡ് ഡി ആയിട്ട് കൊടുക്കാം. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഡി എന്ന് പറഞ്ഞാൽ മറ്റു രണ്ട് വേരിയബിൾ എക്സും സെറ്റും ആയതുകൊണ്ട് അത് ഡി എക്സ് ഡി സെറ്റ് ആയിരിക്കും. കേസിലെ ഡി ആരായിരിക്കും, ഡി എക്സ് ഡി സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ആർ എന്ന് പറയുന്ന റീജിയൻ അത് നോക്കാം. ആർ എന്ന് പറയുന്ന റീജിയൻ ആരാണെന്ന് നോക്കാം. ഇവിടെയാണ് ഞാൻ കൊടുത്തത്, ഞാൻ റേസ് ചെയ്യാൻ ബാക്കിയുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ടി റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡി വി ചെയ്യണം. അതിനെ ഞാൻ ഇങ്ങനെ മാറ്റി ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. മൂന്നാമത്തെ ഇന്റഗ്രൽ 0 ടു 2 മൈനസ് സെഡ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡി വൈ ഡി കൊടുത്തു. ആ ഡി ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എക്സ് സെഡ് പ്ലെയിനിൽ എനിക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളാണ്. അപ്പൊ എനിക്കറിയാം ഇനി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് സർക്കിളിലാണ്. എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിൾ ആയിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. അപ്പൊ ഈ കേസിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്കിളിലൊക്കെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ ഇങ്ങോട്ട് മാറ്റുന്നതാണ് നല്ലത്, പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നതാണ് നല്ലതെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സിനെ എന്തായിട്ട് കൊടുക്കാം, എക്സിനെ ആർ കോസ് തീറ്റ എന്നും വൈയെ ആർ സൈൻ വൈ അല്ല ഇവിടെ സെറ്റ് ആണ്, വൈക്ക് വരെയുള്ള ആക്സസ് ആരാണ്, സെറ്റ് ആണ്. അപ്പൊ സെറ്റിന് നമ്മൾ എന്തെന്ന് കൊടുക്കുക, ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സർക്കിളിലാണ് ആർ എന്ന് പറയുന്ന റീജിയൻ ഒരു സർക്കിൾ ആയതുകൊണ്ട് അതിനെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് സർക്കിളിലായതുകൊണ്ട് ഞാൻ അവിടെ പോളാർ കോർഡിനേറ്റിലോട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ആളെ ഇങ്ങോട്ട് മാറ്റുന്നു, പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നു. കാരണം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ എക്സിനെ ആർ കോസ് തീറ്റ എന്നും സെറ്റിനെ ആർ സൈൻ തീറ്റ എന്നും കൊടുക്കുന്നു. തീറ്റയുടെ വാല്യൂ 0 ടു 2π ആയിരിക്കും. കംപ്ലീറ്റ് സർക്കിൾ ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ വാരീസ് ഫ്രം 0 ടു 2π ആയിരിക്കും. ആർ വാരീസ് ഫ്രം 0 ടു 1 ആയിരിക്കും. കാരണം റേഡിയസ് 1 ഉള്ള സർക്കിൾ ആയതുകൊണ്ട് തന്നെ ആർ വാരി ചെയ്യുന്നത് 0 നിന്നും 1 ആയിരിക്കും. 0 നിന്ന് തുടങ്ങി 1 എത്തുന്നു. റെഡി. അപ്പൊ ഇനി നമുക്ക് ഇന്റഗ്രൽ കാണാം. ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും പുറത്ത് തീറ്റയുടെ ഇന്റഗ്രൽ കൊടുക്കുന്നു 0 ടു 2π, ഉള്ളില് ആറിന്റെ ഇന്റഗ്രൽ 0 ടു 1. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആരാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആരായിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഓക്കെ, അതിന് മുന്നേ ഒരു മിനിറ്റ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആരായിരിക്കും ഈ ടേംസിൽ നമുക്ക് ചെയ്യണം. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, എക്സ് സ്ക്വയറും സെഡ് സ്ക്വയറും നിങ്ങൾ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആരാ, എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പൊ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ സിംപ്ലി അത് 6 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന് പകരം സിംപ്ലി ആരെ കൊടുക്കുക, 6 കൊടുക്കുക. ഡി വൈ അതുപോലെ ഉണ്ടാവും. ഡി എക്ക് പകരം ആര് വരും, ഡി എക്ക് പകരം നമ്മൾ പോളാർ കോർഡിനേറ്റിൽ അവിടെ ഡി എക്ക് പകരം അവിടെ എക്സ് വൈ പ്ലെയിനിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ ഡി എക്ക് പകരം കൊടുത്തത് ആർ ഡി ആർ ഡി തീറ്റനെയാണ്. ഇവിടെയും അത് തന്നെ കൊടുക്കുക. ഇവിടെ വാരിയബിൾ സെറ്റ് ആയതേ ഉള്ളൂ, വൈക്ക് പകരം സെറ്റ് വന്നേ ഉള്ളൂ. അവിടെ മറ്റു വ്യത്യാസങ്ങളൊന്നും വരില്ല. അപ്പൊ എന്ത് കൊടുക്കുക, ആർ ഡി ആർ ഡി തീറ്റ. അപ്പൊ ആർ ഇൻറ്റു ഡി വൈ ആർ ഡി ആർ ഡി തീറ്റ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോറി ഒരാളെ കൂടി വിട്ടുപോയില്ലേ, ഇന്റഗ്രൽ വൈയുടെ വേരിയേഷൻ കൊടുത്തില്ല, 0 ടു 2 മൈനസ് സെറ്റ്, അതും കൂടെ അവിടെ കൊടുക്കണം ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വാരിയബിൾ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ആ ഇന്റഗ്രൽ പെർഫോം ചെയ്തിട്ട് കൊടുക്കാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, നോക്കൂ, ഞാൻ
ഫസ്റ്റ് പെർഫോം ചെയ്യും, ഉള്ളിലുള്ള ഇന്റഗ്രൽ പെർഫോം ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഡബിൾ ഇന്റഗ്രലോട്ട് മാറുള്ളൂ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ആരാണ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ. ഇത് കോൺസ്റ്റന്റ് പോലെ നിൽക്കും, അപ്പൊ അതിന് മാറ്റമില്ല. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. പിന്നെ 1 അല്ലേ ഉണ്ടാവുക, 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ, വൈ എന്ന് വരും. വൈയുടെ ലിമിറ്റ്സ് 0 to 2 മൈനസ് സെറ്റ് ഡി. വാല്യൂസ് കൊടുക്കാം. ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു വൈക്ക് അപ്പർ ലിമിറ്റ് ആയ 2 മൈനസ് സെറ്റ് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് ആയ 0 കൊടുത്താൽ നമുക്ക് 2 മൈനസ് സെറ്റ് എന്നാണ് വരിക. 2 മൈനസ് സെറ്റ് ഡി. ഓക്കെ, ഇനി നമുക്ക് പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാം. എക്സിന് ആർ കോസ് തീറ്റ, സെറ്റിന് ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ സിംപ്ലി ആർ ആയിട്ട് മാറും. ആൻഡ് തീറ്റയുടെ വേരിയേഷൻ, ആറിന്റെ വേരിയേഷൻ ഡി എ ആർ ഡി ആർ ഡി തീറ്റ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 പൈ 0 to 1 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആർ ആയി മാറും ഇൻറ്റു 2 മൈനസ് സെഡിന് പകരം ആർ സൈൻ തീറ്റ ആർ ഡി തീറ്റ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 പൈ ഇന്റഗ്രൽ 0 to 1 2 ആർ സ്ക്വയർ മൈനസ് ആർ ക്യൂബ് സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ. ഞാൻ എന്ത് ചെയ്തു, ആർ സ്ക്വയർ, ആർ ഇൻറ്റു ആർ ഉണ്ടല്ലോ, ആർ സ്ക്വയർ ഞാൻ ഉള്ളോട് എടുത്തു. 2 ആർ സ്ക്വയർ മൈനസ് ആർ ക്യൂബ് സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 പൈ. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ഇന്റഗ്രേറ്റ് ചെയ്യുക. 2 ആർ സ്ക്വയറിന്റെ ഇന്റഗ്രേറ്റ് 2 ആർ ക്യൂബ് ബൈ 3 എന്ന് വരും, മൈനസ് ആർ റേസ്റ്റ് 4 ഉള്ളത് ആർ ക്യൂബിന്റെ ആർ റേസ്റ്റ് 4 by 4 സൈൻ തീറ്റ അതുപോലെ നിൽക്കും. 0 to 1 d theta equal to 0 to 2 pi integral 0 to 2 pi. r ന് 1 കൊടുത്താൽ 2 by 3 മൈനസ് 1 by 4 സൈൻ തീറ്റ. r ന് 0 കൊടുത്താൽ 0 ആണ്, അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. 2 by 3 ഇന്റഗ്രൽ 2 by 3 തീറ്റ മൈനസ് 1 by 4 ഇൻറ്റു സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ ആണ്, അപ്പൊ മൈനസ് സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ പ്ലസ് കോസ് തീറ്റ എന്ന് വരും. 0 to 2 pi 2 pi കൊടുത്താൽ 2 by 3 ഇൻറ്റു 2 pi 4 pi by 3 പ്ലസ് 1 by 4 ഇൻറ്റു കോസ് 2 pi. കോസ് 2 പൈയുടെ വാല്യൂ 1 ആണ്, സോ 1 by 4 എന്ന് വരും. ആൻഡ് മൈനസ് തീർന്നില്ല, 0 ഉള്ളത് കൊണ്ട് മൈനസ് 2 by 3 ഇൻറ്റു 0 0 വരും, പ്ലസ് 1 by 4 ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് 1 by 4 എന്ന് വരും. സോ 4 pi by 3 പ്ലസ് 1 by 4 മൈനസ് 1 by 4 4 pi by 3 എന്നായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ചിലർക്ക് തെറ്റി പോകും, കാരണം ചിലർ 0 കണ്ടാൽ പിന്നെ അങ്ങ് ലോവർ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യില്ല. പക്ഷെ ഇവിടെ കോസ് തീറ്റ വന്നതുകൊണ്ട് കോസ് 0 1 ആയതുകൊണ്ട് അവിടെ ആൻസറിൽ മാറ്റം വരും. അപ്പം ചിലരെങ്കിലും ഈ സ്റ്റെപ്പിൽ ലോവർ ലിമിറ്റ് 0 സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇവിടെ കോസ് തീറ്റ വരുന്നതുകൊണ്ട് 0 അല്ല കോസ് തീറ്റയുടെ വാല്യൂ എന്നുള്ളത് കൊണ്ടും ഇത് ചെയ്യണം എന്നുള്ളതാണ്. 4 pi by 3 എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആദ്യം സെറ്റ് വാല്യൂ ചെയ്യുന്നത്, വൈ വാല്യൂ ചെയ്യുന്നത്, ആർ വാല്യൂ ചെയ്യുന്നത് നമുക്ക് കണ്ടെത്തണമായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന റീജിയൻ ആദ്യം പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതിനെ എക്സെറ്റ് പ്ലെയിനിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇതിനെ വൈ സിമ്പിൾ റീജിയൻ ആയിട്ട് എടുക്കുകയും വൈയുടെ വേരിയേഷൻ 0 to 2 മൈനസ് സെറ്റ് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ആർ എന്ന് പറയുന്ന റീജിയൻ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അതൊരു സർക്കിൾ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇന്റഗ്രൽ വാല്യൂ എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കുക. ഞാൻ ഇനി അടുത്ത സെക്ഷനിൽ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുകൾ ഡിസ്കസ് ചെയ്യും. വലിയ സെക്ഷൻ ആണ്. വലിയ സെക്ഷൻ മീൻസ് കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കുറെ സമയം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്ര തന്നെ സമയം ഇനിയും അടുത്ത പാർട്ടിന് ഉണ്ടാവും. അപ്പം അവിടെയും നമുക്ക് 3D ഫിഗർ വരയ്ക്കാനും വാരിയബിൾസിന്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.